സോ ഹായ് ഹലോ വെൽക്കം ടു വൺ ടീം ടോക്സ്. നമ്മുടെ കൂടെ ഇന്നുള്ളത് വൺ ടീമിൽ 2023 പഠിച്ചിറങ്ങിയ പൈത്തൺ കോഴ്സ് പഠിച്ചിറങ്ങിയ സാഹിദ് മൊയ്തീനാണ്. ഓക്കെ, അപ്പോൾ പ്ലസ് ടുവിന് ബയോളജിയൊക്കെ പഠിച്ച് ബിടെക് വേറൊരു സ്ട്രീം പഠിച്ച് പിന്നെ ഒരു ഐ ടി കമ്പനിയിൽ ഇപ്പോൾ ഡെവലപ്പറായിട്ട്, ഒരു ഐ ടി കമ്പനി എന്ന് പറയാൻ പറ്റില്ല, വളരെ മികച്ചൊരു ഐ ടി കമ്പനിയിൽ ഡെവലപ്പറായിട്ട് വർക്ക് ചെയ്യുന്ന സാഹിദിനെ കൂടുതൽ എക്സ്പ്ലോർ ചെയ്യാൻ നമ്മൾ ശ്രമിക്കുന്നത്. സെറ്റല്ലേ? പിന്നല്ല. പിന്നല്ല. അപ്പോൾ ഒരു നമുക്ക് ആദ്യം ഒരു വളരെ കാഷ്വലായിട്ട് ഡിസ്കസ് ചെയ്യാം. എനിക്ക് തോന്നുന്നു ആ സമയത്ത് ബിടെക് എല്ലാ സമയത്തെയും പോലെ ട്രെൻഡിങ് ആണ്. എല്ലാവരും കൂടുതൽ പേരും പോകുന്നത് ബിടെക്കിനായിരിക്കും. അപ്പോൾ ആ ഒരു കാരണം കൊണ്ടാണോ ബിടെക്കിന് പോകാൻ തീരുമാനിച്ചത്? അതോ അതുപോലെ തന്നെ ഇപ്പോൾ സാഹിദ് ബിടെക് അല്ല എന്നുള്ള രീതിയിൽ വേറെ എന്തെങ്കിലും ഓപ്ഷൻസ് വീട്ടുകാരൊക്കെ പറഞ്ഞിട്ടുണ്ടായിരുന്നോ? നീ അതിന് പോകണ്ട, അതോ ബിടെക്കിന് മാത്രം പോയാൽ മതി എന്നാണോ വീട്ടുകാർ പറഞ്ഞത്? ആ സമയത്ത് വീട്ടുകാരുടെ പെർസ്പെക്റ്റീവും സാഹിദിൻ്റെ ഒരു ഐഡിയ ഒക്കെ എന്തായിരുന്നു? വീട്ടുകാരുടെ പെർസ്പെക്റ്റീവില് വീട്ടുകാർ അവന് ഇഷ്ടമുള്ളത് പഠിക്കട്ടെ എന്നുള്ളൊരു പോയിന്റ് ഓഫ് വ്യൂലാണ്. കാരണം എൻ്റെ മദർ എഡ്യൂക്കേറ്റഡ് ആണ്. ഉം. 1995 MA ഒക്കെ പാസ്സായിട്ടുള്ള ആളാണ്. ആഹാ. അപ്പോൾ ഓ. ആള് അവന് കഴിയുന്നത് പഠിക്കട്ടെ, കാലിബർ ഉള്ള ആളാണ്, പൊട്ടൻഷ്യൽ ഉണ്ട്, ഇവൻ എന്തെങ്കിലുമൊക്കെ ചെയ്തിട്ട് എവിടെയെങ്കിലുമൊക്കെ എത്തും, അവൻ്റെ കാര്യം ഉം. അവൻ സേഫ് ആക്കിക്കോളും എന്നുള്ളൊരു കോൺഫിഡൻസ് നമുക്ക് ഉണ്ട്. ഉം. അപ്പോൾ അങ്ങനെ ഏത് സ്ട്രീം എടുത്താലും അവിടെ നല്ലപോലെ നിൽക്കും എന്നുള്ള കാര്യം അവർക്കറിയാം. ഉം. പിന്നെ ഈ ബിടെക്കിലേക്ക് വരാനുള്ള കാരണം മെയിൻലി എൻ്റെ അങ്കിളാണ്. ഒരു ആള് ഞാൻ ഒരു റോൾ മോഡലൊക്കെ ആയിട്ട് കാണുന്ന ഒരു ആളാണ്. ഉം. എൻ്റെ അങ്കിൾ ആള് സോഫ്റ്റ്വെയർ എഞ്ചിനീയർ ആണ്. ആളുടെ പേരെന്താ? സാദത്ത്. ഓക്കെ. ആഹ് ആള് ഓൾമോസ്റ്റ് ഒരു 25-26 ഇയേഴ്സ് ആയിട്ട് സെയിം കമ്പനിയിൽ സിംഗപ്പൂരാണ് വർക്ക് ചെയ്യുന്നത്. ഐ ടിയിൽ തന്നെ. ഐ ടിയിൽ തന്നെ. ഓക്കെ. അപ്പോൾ ആളുടെ ഒരു ലൈഫും കാര്യങ്ങളും ഓക്കെ. ആളുടെ ഇതൊക്കെയാണ് ഒരു ചെറുപ്പത്തിലെ ഞാനിതാണ് കാണുന്നത്. ആ. ആള് ലാപ്ടോപ്പിൽ വർക്ക് ചെയ്യുന്നതും. അപ്പോൾ ഓ ഓ ഓ. അത് പിന്നെ ഒരു +1 +2 ഒക്കെ കഴിഞ്ഞ ടൈമിൽ നമ്മൾ ഈ ഐ ടി ഒക്കെ ട്രെൻഡ് ഇങ്ങനെ വന്നുകൊണ്ട് നിൽക്കുകയാണ്. അപ്പോൾ ആ. ഒരു പാരൻസിനെ നോക്കുമ്പോൾ വൈറ്റ് കോളർ ജോബ് എന്നുള്ള രീതിയിൽ അവർ അങ്ങനെ ആഗ്രഹിക്കുമ്പോൾ നമുക്ക് ഉം, ഉം, തെറ്റു പറയാൻ പറ്റില്ലല്ലോ. ഉം. അപ്പോൾ അങ്ങനെ നോക്കുമ്പോൾ പുറത്തേക്കും ഓപ്പർച്യൂണിറ്റീസ് ഉണ്ട്. ആ. അതുപോലെ തന്നെ നമ്മളെ ടെക്നോളജി ഭയങ്കരമായിട്ട് കമ്പ്യൂട്ടേഴ്സ് ഇല്ലാത്തൊരു കാലം നമുക്ക് ഇനിയിപ്പം ഉണ്ടാവില്ല. ചിന്തിക്കാൻ പറ്റില്ല എന്ന് തോന്നിയപ്പം സ്കോപ്പ് ഉണ്ടെന്ന് മനസ്സിലാക്കി ഉം, ഞാൻ ബിടെക്കിന് ജോയിൻ ചെയ്യാന്നുള്ള ഒരു തീരുമാനം അങ്ങനെയാണ് വന്നത്. ഉം, 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 ഉം. അപ്പൊ അത് ഇൻസ്പിറേഷൻ അങ്കിളായിരുന്നു. അങ്കിളാണ്. അങ്കിളാണ് ഇൻസ്പിറേഷൻ. അങ്കിളാണ്. അപ്പൊ ആ സമയത്ത് വീട്ടിൽ ഓക്കെ ആയിരുന്നോ? അതായത് ഒരു ബിടെക് ചെയ്യാൻ തന്നെയാണോ പറഞ്ഞത്? അതോ ഇപ്പൊ നമുക്ക് ചിലപ്പോൾ എല്ലാ സമയങ്ങളിലും എന്താ പറയാ, നമ്മുടെ തീരുമാനങ്ങൾ വീട്ടുകാർക്ക് ചിലപ്പോൾ യോജിക്കാൻ പറ്റിക്കൊള്ളണം എന്ന് വരില്ല. അതോ വീട്ടുകാരാണോ സാഹിബിനോട് പറഞ്ഞത് നീ ബിടെക് തന്നെ ചെയ്യ് എന്ന് പറഞ്ഞ? എന്തായിരുന്നു ആ സമയത്ത് ഉപ്പ വർക്ക് ചെയ്യായിരുന്നോ? ആ സമയത്ത് ഉപ്പ ഗൾഫ് നിർത്തി. അതായത് ഞാനൊരു +2 എക്സാം ഒക്കെ ആവുന്ന ടൈമിൽ ഉം. ആള് ഗൾഫിലെ ബിസിനസ്സൊക്കെ സ്റ്റോപ്പ് ചെയ്ത് സൗദിയിലായിരുന്നു. ഓ ശരി. ആ ബിസിനസ്സും ഒക്കെ സ്റ്റോപ്പ് ചെയ്ത് നാട്ടിലേക്ക് സെറ്റിൽ ആവാൻ ഇനിയിപ്പോൾ ഉം. ഓൾറെഡി ഏജ്ഡ് ഒക്കെ ആയതുകൊണ്ട് ഇനിയിപ്പം അവിടെ ഉം. അവിടുത്തെ വിസ അങ്ങനത്തെ ഇഷ്യൂസ് ഒക്കെ വന്നപ്പോൾ പിന്നെ ഇങ്ങോട്ടേക്ക് വരേണ്ടി വന്നു. ഓ. അപ്പോൾ ആ ടൈമിലാണ് ഫാമിലിയും കൂടെ ഒരു അൺസ്റ്റേബിൾ ആയിട്ടുള്ള ഒരു ടൈമായിരുന്നു അത്. ഉം. ഉം. അപ്പോൾ ഇതുപോലെ തന്നെ ബിടെക്കിന് ഞാൻ എങ്ങനെയാണ് ഉണ്ടായതെന്ന് വെച്ചാൽ വീട്ടുകാർ കംഫർട്ടബിൾ ആയിരുന്നു. ഞാൻ എടുക്കുന്ന ഏത് ഡിസിഷനിലും അന്നാണെങ്കിലും ഇന്നാണെങ്കിലും എന്നെ സപ്പോർട്ട് ചെയ്തിട്ടേ ഉള്ളൂ. ശരി. അപ്പോൾ എങ്ങനെയാണെന്നുണ്ടെങ്കിലും അവൻ ആലോചിച്ചിട്ട് എടുക്കുന്ന ഒരു ഡിസിഷൻ ആയിരിക്കും എന്ന് അവർക്ക് 100% ഉറപ്പാണ്. ഉം. അതിപ്പോൾ ഞാൻ സെലക്ട് ചെയ്ത സ്കൂളാണെന്നുണ്ടെങ്കിൽ പോലും ഞാൻ 8ാം ക്ലാസ്സിൽ സെലക്ട് ചെയ്ത് എനിക്ക് അവിടെ പോകണമെന്ന് പറഞ്ഞപ്പം അവർ ഒന്നും പറഞ്ഞില്ല. ഓൾമോസ്റ്റ് 20 കിലോമീറ്റേഴ്സ് ഉണ്ട് വീട്ടിൽ നിന്ന് ആ സ്കൂളിലേക്ക്. 20 കിലോമീറ്റേഴ്സ് ഉണ്ട്. ഓ. 8ാം ക്ലാസ്സിൽ നിന്ന് 2ഉം 3ഉം ബസ് കയറിയിട്ട് ഞാൻ പോകണം. ഉം. അപ്പോൾ അപ്പോൾ അതും അവനെ കൊണ്ട് പറ്റും എന്നുള്ള രീതിയിൽ അവർ ആ സ്കൂളിൽ കൊണ്ട് ചേർത്തി തന്നു. ഉം. +1 +2 ആ സ്കൂളിൽ തന്നെ ചേർത്തി. പിന്നെ ബിടെക്ക് ഞാൻ പുറത്തേക്കാണ് ഇപ്പം ഞാൻ നോക്കുമ്പോൾ എല്ലാവരും പോകുന്നുണ്ട്, ഇവിടെ ഇവിടെയൊക്കെ പോകുന്നുണ്ട്. ഉം. അപ്പം എനിക്കും കൂടി കുറച്ചും കൂടെ പുതിയൊരു കൾച്ചർ, പുതിയ ആൾക്കാരൊക്കെ മീറ്റ് ചെയ്യാൻ ഒരു ഇൻട്രസ്റ്റും കൂടെ ഉണ്ടായിന്. അപ്പം ഞാൻ വിചാരിച്ചു എന്തുകൊണ്ട് ബാംഗ്ലൂരോ കോയമ്പത്തൂരോ പോലത്തെ ഒരു സ്ഥലത്തേക്കും കൂടെ നോക്കിക്കൂടാ. ഓക്കെ. അപ്പോൾ അങ്ങനെ അന്വേഷിച്ച് നോക്കിയപ്പോൾ കുറച്ച് കോളേജസ് ഞാൻ നോട്ട് ചെയ്തു. ഉം. അങ്ങനെ കോയമ്പത്തൂർ ഞാനൊരു കോളേജ് കണ്ടു, പോയി നോക്കി, പാരൻസിനെ പോയി നോക്കി. ഉം. അപ്പോൾ ഫീസും കുറച്ചും കൂടെയൊക്കെ അന്ന് ശരിക്കും ഞാൻ നോക്കിയത് അഫോർഡബിൾ ആയിട്ടുള്ള ഫീസ് ആണോ എന്നാണ്. ഉം. ഉം. അപ്പോൾ അങ്ങനത്തെ ഒരു കോളേജിലാണ് നോക്കി ഞാൻ. ആ കോളേജിൽ നിന്ന് പഠിച്ചിറങ്ങിയുള്ള സിറ്റുവേഷനോ അല്ലെങ്കിൽ എങ്ങനെയെങ്കിലും ബിടെക് കംപ്ലീറ്റ് ചെയ്യാം അതിന് പറ്റിയൊരു കോളേജ് കണ്ടപ്പം കോളേജൊക്കെ ഇഷ്ടമായി. അങ്ങനെയാണ് കോയമ്പത്തൂർ എന്നുള്ളൊരു ഇതിലേക്ക് എത്തിയത്. എത്തിയത്. അതെന്താണ് ഇപ്പോൾ അങ്ങനെ നാട്ടിൽ പഠിക്കണ്ട പുറത്തേക്ക് പോകാൻ തീരുമാനിച്ചത്? ഒരു എക്സ്പോഷർ കൂടുതൽ കിട്ടാൻ വേണ്ടിയിട്ടാണോ? അല്ലെങ്കിൽ അതോ ഒന്ന് പൊളിക്കാം എന്ന് കരുതിയുള്ള പ്ലാനിലായിരുന്നോ? അത് ഒന്നാമത്തെ രണ്ടുമായിരുന്നോ? അല്ല, എങ്ങനെ രണ്ടും കൂടി പറഞ്ഞാൽ എങ്ങനെ, പിന്നെ ഞാൻ അന്ന് അന്വേഷിച്ചപ്പോൾ KTUവിൽ കുറച്ചും കൂടി ഭയങ്കര ടഫറായിട്ടുള്ള ഒരു ഇത് കേട്ടു. ഓക്കെ. അപ്പോൾ അണ്ണാ യൂണിവേഴ്സിറ്റി കുറച്ചും കൂടി പുറത്തേക്ക് വാല്യുബിൾ ആണ്. തമിഴ്നാട്ടിലെ യൂണിവേഴ്സിറ്റി ഉം. കുറച്ചും കൂടിയും എക്സ്പോഷർ ആ യൂണിവേഴ്സിറ്റിക്ക് ഉണ്ട്. ആ സർട്ടിഫിക്കറ്റിന് ഉം. ഒന്നും കൂടി വാല്യൂ ഉണ്ട് എന്നുള്ളത് ഒരു റീസൺ ആയിരുന്നു. ഉം. ഉം. അന്നത്തെ ആ ഒരു ഐഡിയയിൽ അങ്ങനെയാണ് തോന്നിയത്. അന്നത്തെ ഉം. ഒരു ഉം. ഒരു 18കാരൻ്റെ ഒരു തോട്ട് പ്രോസസ്സിൽ അങ്ങനെയാണ് വന്നത്.
പിന്നെ അന്ന് എന്താ നമ്മള് എങ്ങനെങ്കിലും ഇനിയിപ്പോ വീട്ടിൽ നിൽക്കണ്ട കുറച്ചൊക്കെ ഒന്ന് പുറത്ത് പോയിട്ട് ഉം. പുതിയ അതായത് നമ്മൾ പുതിയൊരു സ്ഥലത്ത് പോയി ഒരു വീടൊക്കെ എടുത്ത് കുറെ പുതിയ ഫ്രണ്ട്സ് ഓക്കെ. ആയിട്ട് വേറെ ലാംഗ്വേജിലുള്ള ആൾക്കാരൊക്കെ മീറ്റ് ചെയ്ത് മീറ്റ് ചെയ്യാം. നിൽക്കുമ്പം അതൊരു പുതിയൊരു എക്സ്പീരിയൻസ് അല്ലേ. ജീവിതം പഠിക്കും എന്തായാലും ബിടെക് എടുത്ത ജീവിതം പഠിക്കുന്ന അന്ന് മുതൽ നമ്മൾ ഈ ട്രോൾസിലും കാര്യങ്ങളിലൊക്കെ കാണുന്നുണ്ട്. വല്ലാണ്ട് പഠിച്ചു ഇപ്പോ അല്ലേ? വല്ലാണ്ട് പഠിച്ചു. ഏഹ്, ബിടെക് എടുക്കാൻ പഠിക്കാൻ പോയത് ബിടെക് ആണെങ്കിലും പഠിച്ചത് ജീവിതമാണെന്ന് പറയുന്ന മാതിരി ഏഹ്. അങ്ങനെ കുറെ കാര്യങ്ങളാണ് അന്ന് മനസ്സിലായത്. ഇതിനിടയ്ക്ക് അതായത് എനിക്ക് സായിദ് അല്ലാതെ പറഞ്ഞെനിക്കറിയാം. അതായത് ബിടെക്കിന് അതെനിക്ക് പക്ഷേ ഇടയ്ക്ക് ചിലപ്പോൾ ഒന്ന് പോകാൻ പറ്റാതെ വരാൻ സാധ്യതയുണ്ട്. ചിലപ്പോൾ ഒന്ന് പുറത്തേക്ക് പോകേണ്ടി വരും അങ്ങനെ സിറ്റുവേഷൻ ഒക്കെ ഉണ്ടായിരുന്നു അല്ലേ? അങ്ങനത്തെ ഒരു സിറ്റുവേഷൻ എന്താണെന്ന് വെച്ചാൽ ഞാൻ എൻ്റെ ഗ്രാൻഡ് പാരൻസിൻ്റെ കൂടെ ആയിരുന്നു കുറച്ച് കാലം ഓ. ഉണ്ടായിരുന്നത്. പ്ലസ് ടു കഴിഞ്ഞുള്ള വെക്കേഷനിൽ ഓ. ഞാൻ ഈ കോളേജൊക്കെ നോക്കിക്കൊണ്ടിരിക്കുകയാണ്. അപ്പോൾ ഞാൻ പറഞ്ഞില്ല ഉപ്പ ഇങ്ങോട്ടേക്ക് നാട്ടിലേക്ക് വന്ന ഒരു ഉം. ടൈമുണ്ട്. ഉം. അപ്പോൾ ഫാമിലീൻ്റെ ഒരു സിറ്റുവേഷൻ എന്ന് പറഞ്ഞാൽ കുറച്ചൊരു അൺസ്റ്റേബിൾ ആയിരുന്നു ഫാമിലിൻ്റെ ഉം. ഉം. ഫിനാൻഷ്യൽ കണ്ടീഷൻ. ഉം. അപ്പം ഞാൻ കോളേജൊക്കെ നോക്കി ആ ഒരു ഇതിൽ പുറത്തേക്ക് പോകാൻ മൈൻഡ് സെറ്റാക്കി നിൽക്കുമ്പോൾ എൻ്റെ ഉമ്മ ഒരു ദിവസം എന്നെ വിളിച്ചിട്ട് പറയാ ഉം. പഠിപ്പിക്കാനുള്ള ഫിനാൻഷ്യലി നമുക്ക് കുറച്ച് ബുദ്ധിമുട്ടുകളുണ്ട്. ഉം. അതുകൊണ്ട് ഫാമിലിയിലെ ബാക്കി റിലേറ്റീവ്സൊക്കെ പറയുന്നത് എന്താണെന്ന് വെച്ചാൽ ഒരു വിസ എടുത്തിട്ട് ഒരു സൂപ്പർ മാർക്കറ്റിലേക്കോ അങ്ങനെ എന്തെങ്കിലും ഒരു ജോലിക്ക് വിടുന്നതായിരിക്കും നല്ലത്. പോരാത്തതിന് ഫാമിലി ഫാദറും മദറിനൊക്കെ ഏജ് ആയിട്ട് വരികയാണ്. അപ്പോൾ അവരെ നോക്കേണ്ട റെസ്പോൺസിബിലിറ്റി എൽഡർ സൺ എന്നുള്ള രീതിയിൽ ഉം. എനിക്കാണ്. അതുകൊണ്ട് അവനെ ഇനി പഠിപ്പിക്കാൻ നിൽക്കണ്ട. ഉം. പെട്ടെന്ന് തന്നെ എങ്ങനെയെങ്കിലും അന്നത്തെ നമ്മളെ നാട്ടിലൊക്കെ ട്രെൻഡ് അതാണെന്ന് തോന്നുന്നുണ്ട്. 10ഉം സത്യം. പ്ലസ് ടു ഒക്കെ കഴിഞ്ഞ് കഴിഞ്ഞാൽ പിന്നെ ഒരു പുറത്തേക്ക് വിസ എടുത്തിട്ട് പുറത്തേക്ക് പറഞ്ഞു വിടുക എന്നുള്ളത്. ഉം. 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 അപ്പോൾ അങ്ങനെ ഞാനിപ്പോൾ ഞാൻ ഗ്രാൻഡ് പാരൻസിൻ്റെ കൂടെയാണല്ലോ നിൽക്കുന്നത്. ഉം. അപ്പോൾ ഞാനിങ്ങനെ ഇതാക്കുന്നത് കണ്ടപ്പോൾ എൻ്റെ ഗ്രാൻഡ് ഉണ്ട്, അതായത് ഉമ്മയുടെ ഫാദർ. ഉം. ഉമ്മയുടെ ഫാദറിന് ഞാൻ എൻ്റെ മുഖം കണ്ടപ്പോഴേ മനസ്സിലായിരുന്നു. അപ്പോൾ ഞാൻ അപ്പോൾ പറഞ്ഞു ശരി ഒരു മിനിറ്റ്. അതായത് അവിടെ ശരിക്കും ഒരു നമുക്കൊരു ചങ്കിൽ കൊള്ളൂലേ? അതായത് നമ്മളെല്ലാം പ്ലാൻ ചെയ്ത് ബിടെക്കിന് പോകാന്നൊക്കെ കോളേജും പോയി കണ്ടു അല്ലേ? കോളേജ് പോയി കണ്ടു എല്ലാം ജോയിൻ ചെയ്തിരിക്കുമ്പോഴാണ് ഇത് ഉണ്ടായത്. അതെ, ആ, ആ, ആ. കോളേജൊക്കെ പോയി കണ്ടു, ഇഷ്ടപ്പെട്ടു, ഫീസ് അടയ്ക്കാന്നുള്ള രീതിയിൽ എത്തിയപ്പോൾ ആണ് ഇങ്ങനൊരു ചലഞ്ച് നമുക്ക് വന്നത്. ഞാൻ എക്സ്പെക്ട് ചെയ്യാത്തൊരു ചലഞ്ച്. ഇങ്ങനെ ആ, സത്യം പറഞ്ഞാൽ അന്നത്തെ ഒരു സിറ്റുവേഷനിൽ ഞാൻ ഇതിനെ പറ്റിയൊന്നും അങ്ങനെ ആലോചിച്ചിട്ടില്ല. ശരി. അപ്പോൾ ഇത്രയും ഓ, വിഷമായി. വിഷമായി ഓ, ഓ, ഓ. ഇനിയിപ്പോൾ പോകേണ്ടി വരും. ഞാൻ ഗ്രാൻഡ് അടുത്ത് പറഞ്ഞപ്പോൾ ഉം. അന്നേരം ഗ്രാൻഡ് വയ്യാത്തൊരു റീസണും കൂടിയാണ് ഞാൻ അവിടെ സ്റ്റേ ചെയ്യേണ്ടി വന്നത്. ഉം. ഗ്രാൻഡ് നോക്കാനുള്ള ആ ഒരു രീതിയിൽ വെക്കേഷൻ ആയപ്പോൾ ഞാൻ അവിടെ നിന്നത്. ഉം. അപ്പോൾ ഗ്രാൻഡ് പറഞ്ഞ് എന്താണ് ഓന് ഒരു വിസയില്ല, ആരും എവിടേക്കും പറഞ്ഞേക്കണില്ല, ഓന് ഇഷ്ടമുള്ളത് ഓൻ പഠിക്കുമെന്ന് പറഞ്ഞിട്ട് വല്യപ്പ കുറച്ച് കാലങ്ങളായിട്ട് ഇങ്ങനെ എടുത്തു വെച്ച ഒരു എമൗണ്ട് ഉണ്ടായിനി. ഉം. കുറച്ച് ഒരു പെൻഷൻ കിട്ടിയതും ഉം. അതുപോലെ തന്നെ ഈ മാമന് അയച്ചു കൊടുക്കുന്ന എക്സ്പെൻസസിന് വല്യപ്പം സേവ് ചെയ്ത കുറച്ച് മിച്ചം എമൗണ്ട്സ് ഒക്കെ പിടിക്കുന്ന കുറച്ച് എമൗണ്ട്. അത് വേറൊരു ബാങ്കിൽ ഇട്ട് വെക്കാറുണ്ടായിരുന്നു, ആരും അറിയാണ്ട്. ഓക്കെ. അത് എനിക്ക് തോന്നണം ഗ്രാൻഡ് പോലും അറിയാത്തൊരു എമൗണ്ട് ആണ്. അപ്പൊ ആളുടെ ഒരു കാറിന് സ്പെൻഡ് ചെയ്യാൻ വേണ്ടി ആരും അറിയാണ്ട് മാറ്റി വെക്കുന്നതാണ് ഒരു പഴയ മോഡൽ പ്രീമിയർ പത്മിനി. ഓ, അത് ശരി. ആ. അപ്പൊ ഭയങ്കര പെട്രോൾ ഹെഡ് ആയിരുന്നു. ശരി. അപ്പൊ അപ്പൊ എല്ലാരും ചീത്തോറും ഇങ്ങനെ പൈസ ഇങ്ങനെ ചെലവാക്കുമ്പോ. അപ്പോൾ ആ ഒരു ഇതിനൊക്കെ വേണ്ടി മാറ്റി വെച്ച ഇൻഷുർ അടക്കുക അങ്ങനത്തെ കാര്യത്തിന് മാറ്റി വെച്ച ഒരു എമൗണ്ട് ആയിരുന്നു. അപ്പോൾ എത്ര രൂപയുണ്ടായിരുന്നു ഓർമ്മയുണ്ടോ? അത് ഓൾമോസ്റ്റ് ഒരു 30,000 റുപ്പീസ് ആണ് ഉണ്ടായിരുന്നു. അന്നത്തത്. ഓ. അപ്പോൾ അത് പിറ്റേന്ന് എൻ്റെ അടുത്ത് പൈസ എന്താന്ന് വെച്ചാൽ ഓൻ ഉമ്മനെ വിളിച്ചിട്ട് പപ്പ പറഞ്ഞ് ആരും എടുക്കും ഓനെ വിടുന്നില്ല, ഓൻ ഇവിടെ വന്നിട്ട് പഠിച്ചോളൂ, ഞാൻ നോക്കിക്കോളാം, ഞാൻ പഠിപ്പിച്ചോളാം, നിങ്ങൾ ആരും ഇടപെടാൻ വരാൻ ഞാൻ മതി എന്നത്. മാസ്. വൻ മാസ്. അപ്പൊ ഭയങ്കരമായിട്ട് അങ്ങനെ കുറച്ചും കൂടി ഒരു അഗ്രസീവ് ആണ് ആൾക്ക് ഉള്ളത്. അതുപോലെ തന്നെ പറയും. ഭയങ്കര മക്കളൊക്കെ പേരക്കുട്ടികൾ പ്രത്യേകിച്ച് ഭയങ്കര സ്നേഹമാണ്. ഓ, 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 അപ്പോൾ ഓ. നോർമൽ ഇത് അന്ന് അവിടെയാ താമസിക്കുന്നത് അല്ലേ? അവിടെയാ ഓ, താമസിക്കുന്നത്. ശരി. ആ. അപ്പോൾ അന്നത്തെ ഇതിലെന്താന്ന് വെച്ചാൽ പപ്പ എന്ന് പറഞ്ഞാൽ പപ്പ ഭയങ്കര ഇഷ്ടമാണ്. ഉം. പപ്പ പഠിച്ചിട്ട് എല്ലാവരും പഠിച്ചെവിടെയെങ്കിലും എത്തണം എന്നുള്ള വിവരം പപ്പക്കുണ്ട്. ശരി. പപ്പക്കും അമ്മക്കും പഠിപ്പ് എന്ന് പറഞ്ഞാൽ പപ്പയും മമ്മിയും വേറെ ഒന്നും പറയില്ല. ഉം. പഠിക്കാൻ പോവാണ്, ക്ലാസ്സിന് പോവാണ്, ട്യൂഷന് പോവാണ് എന്നൊന്നും പറഞ്ഞാൽ പോണ്ടാന്ന് ഒരിക്കലും പറയില്ല. ഉം. അല്ലെങ്കിൽ പഠിക്കാൻ വേണ്ടി എനിക്ക് ഇത്ര പൈസ കുറവുണ്ട്, അതുണ്ട് ഇതുണ്ട് എന്നൊക്കെ പറഞ്ഞാലും അത് ഒരു പ്രശ്നമില്ല. ഇനി പഠിക്കാൻ വേണ്ടി ഞാൻ ലേറ്റായിട്ട് ട്യൂഷൻ കഴിഞ്ഞ് ലേറ്റായിട്ട് വരികയാണെന്നുണ്ടെങ്കിലും അതും അവർക്കൊരു പ്രശ്നമില്ല. അല്ലാണ്ട് ഇപ്പം ഞാൻ ഫ്രണ്ട്സിൻ്റെ കൂടെ പോവുകയാണെങ്കിൽ അത് പ്രശ്നമാണ്. പക്ഷെ ഓക്കെ. പഠിപ്പ് എന്നുള്ള റീസണിൽ പോവുകയാണെന്നുണ്ടെങ്കിൽ അതൊരിക്കലും പ്രശ്നം. അപ്പോഴും പഠിപ്പ് എന്നുള്ളതിൻ്റെ വില അവർക്ക് അറിയാം. അതായത് അന്ന് ഈ ഒരു ഫിനാൻഷ്യൽ സിറ്റുവേഷൻ വന്നത് കൊണ്ടാണ് പപ്പയ്ക്ക് അല്ലെ ഹെൽപ്പ് ചെയ്യാൻ പറ്റാതിരുന്നത് ആ അല്ലെ? ശരിക്കും പപ്പയ്ക്ക് ബിടെക്കിന് വിടണം തന്നെയാണ് ആഗ്രഹം. ആഗ്രഹം തന്നെയാണ്. എനിക്ക് പുറത്തേക്ക് വിടാൻ താല്പര്യമില്ല. ബട്ട് ഉം. ഒരു ഫിനാൻഷ്യലി ഇങ്ങനെ ഒരു അൺസ്റ്റേബിൾ സിറ്റുവേഷൻ വന്നതുകൊണ്ട് ഉം. 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 ഫിനാൻഷ്യലി
മീൻസ് ഒരു ഉറപ്പ് ഗ്യാരണ്ടി തരാൻ പറ്റുന്നില്ല. ഞാൻ ടേക്ക് കെയർ ചെയ്തോളാം എന്നുള്ള ഒരു ഗ്യാരണ്ടി തരാൻ തരാൻ പറ്റുന്നില്ല. ശരിക്കും എനിക്ക് തോന്നുന്നത് ആക്ച്വലി അതിനുശേഷം ഇപ്പോൾ സാഹിദ് ഒരു ഡെവലപ്പറായിട്ടൊരു കമ്പനി വർക്ക് ചെയ്യുന്നതിൻ്റെ ഒരു മൂല കാരണം എന്ന് പറയുന്നത് ഒരു ടേണിംഗ് പോയിന്റ് എന്ന് പറഞ്ഞാൽ ചിലപ്പോൾ ആ 30,000 രൂപ ആയിരിക്കും അതെ, എനിക്ക് അതെ, തോന്നുന്നത്. അതെ. ഞാൻ അല്ലേ? കാര്യം അത് അന്ന് ആ പൈസ അവിടെ വന്നില്ലായിരുന്നെങ്കിൽ ചിലപ്പോൾ സാഹിദ് ഇവിടുന്ന് വിസ എടുത്ത് കയറി പോയേനെ. വേറെ ഒരു ലൈഫ് വേറെ മാറിപ്പോയി. എൻ്റയർലി വേറെ ലൈഫായിരിക്കും. ഒന്നെങ്കിൽ കേറി പോയിട്ടില്ല എന്നുണ്ടെങ്കിൽ മേ ബി ചിലപ്പോൾ ഞാൻ സ്ട്രഗിൾ ചെയ്ത് നിൽക്കുകയാണെന്നുണ്ടെങ്കിലും വേറെ എന്തെങ്കിലും ഒരു ചെറിയ കോഴ്സ്, ഒരു ITI കോഴ്സോ അതെ. അങ്ങനത്തെ ആ രീതിയിലേക്ക് എൻ്റെ ഈ പ്രൊഫഷനായി ബിടെക് എഞ്ചിനീയർ എന്നുള്ളൊരു ടാഗേ എനിക്ക് വരില്ല. വേറൊരു രീതിയിലേക്കോ അല്ലെങ്കിൽ എന്തെങ്കിലും ഒരു പെട്ടെന്നൊരു 6 മന്ത്സിലേക്ക് ജോലി കിട്ടുന്ന രീതിയിലേക്ക് ഉള്ള എന്തെങ്കിലും ഒരു കോഴ്സോ അങ്ങനെ പെട്ടെന്ന് സെറ്റ് ആവാൻ പറ്റുന്ന, അല്ലെങ്കിൽ അന്ന് തന്നെ പറ്റുന്ന ഒരു ജോലിക്ക് അന്ന് തന്നെ ട്രൈ ചെയ്യും വിത്തൗട്ട് കോഴ്സോ ഒന്നും ഇല്ലാണ്ട്. അതായിരിക്കും അന്നത്തെ ഒരു പോയിന്റ് ഓഫ് ഗ്രാൻഡ് എടുത്ത ഒരു ചങ്കുറ്റം ശരിക്കും അതെ, ചങ്കുറ്റം അതെ, അതെ. അത് പുള്ളിയുടെ ആള് ഒരുപാട് സേവ് ചെയ്ത് വെച്ചിരുന്ന ആ എമൗണ്ട് എടുത്ത് ഫ്രണ്ടിൽ വെച്ചപ്പോഴാണ് നമ്മുടെ പുതിയൊരു ഡോറ് തുറന്നു കിട്ടിയത് അതെ. അല്ലേ. അത് കഴിഞ്ഞിട്ട് ബിടെക്കിന് ചെന്നു. ബിടെക് ബിടെക് അവിടെ ആ സെയിം കോളേജ് തന്നെ പഠിക്കാൻ തുടങ്ങി. അതെ, ആ അവിടെ കോളേജിൽ തന്നെ തന്നെ പഠിക്കാം. admission ഞാൻ എടുത്തു. ഒരേ ഒരു കോളേജിൽ പോയി കണ്ടിട്ടുള്ളൂ. കണ്ടതിൽ ഭയങ്കര ഇൻഫ്രാസ്ട്രക്ചർ കണ്ടു ഒക്കെ ഇഷ്ടപ്പെട്ടു നമ്മൾ കയറി. കേറി ഭയങ്കരമായിട്ട് നല്ല ഇൻഫ്രാസ്ട്രക്ചറും കാര്യങ്ങളൊക്കെ ശരി. നോക്കിയപ്പം ആ കോളേജിൽ തന്നെ ഒരു ഓൾമോസ്റ്റ് 15 കോളേജ് വേറെ ഉണ്ട്. വലിയ ക്യാമ്പസാ. ഉം, ഓൾമോസ്റ്റ് നല്ല സ്റ്റുഡൻസ് ഒക്കെ പഠിക്കുന്ന വലിയ ക്യാമ്പസാണ് അന്ന്. ഉം, മലയാളീസും അങ്ങനെ എല്ലാവരും ഉണ്ട്. അപ്പോൾ ഉം, കാണാൻ കൊള്ളായിരുന്നു. ഉം, ഭയങ്കരമായിട്ട് കാണാൻ നമ്മൾ ഭംഗിയുണ്ട്. ആർക്ക് ഭയങ്കര ഇൻഫ്രാസ്ട്രക്ചറും കാര്യങ്ങളൊക്കെ ഉള്ളതുകൊണ്ട് ഉം, ആർക്കും ഇഷ്ടപ്പെടും. ഉം. അങ്ങനെ പോയി കണ്ടു, ഇഷ്ടപ്പെട്ടു, അവിടെ ജോയിൻ ചെയ്തു. എന്നിട്ട് എന്തായിരുന്നു അവസ്ഥ? ബിടെക് 4 വർഷം ഒന്ന് വളരെ ചുരുക്കി പറയാമോ? 4 വർഷത്തെ അത് ശരിക്ക് പുറത്ത് പറയാൻ പറ്റുന്ന മാത്രം പറഞ്ഞാൽ പുറത്ത് പറയാൻ പറ്റുന്ന പറയാ. അത് സത്യത്തിൽ മറ്റൊരു ടേണിംഗ് പോയിന്റ് ആയിരുന്നു അത്. ഒരുപാട് പ്രശ്നങ്ങളുള്ള ഞാന് പെട്ടെന്ന് എല്ലാം മാറി. അതായത് അതുവരെ ഒരുപാട് ഈ 4 വർഷം 2018 to 2022 ആദ്യം പോയ ഒരാഴ്ച ക്ലാസ് പോകുന്ന പഠിക്കുന്ന ആ ഒരു ഇതിൽ പോയി. ഈ ഫാമിലി സീരിയസ് ആയിട്ട് വളരെ സീരിയസ് ആയിട്ട് പോയി. സെറ്റ് ആവും. പിന്നെ അത് കഴിഞ്ഞപ്പോഴാണ് പിന്നെ നമുക്ക് എല്ലാവരുമായിട്ട് കണക്ട് ആവാൻ തുടങ്ങി. സ്വാഭാവികം. അതായത് ഒരു ബാച്ച് നമ്മൾ എൻ്റയർലി ഒരു 150 പേര് ഒറ്റ ടീമായാലും എങ്ങനെ ഉണ്ടാവും അതായിരുന്നു. ഭയങ്കര അടിച്ചുപൊളി ടീം എന്ന് പറഞ്ഞാൽ അടിച്ചുപൊളി അടിച്ചു കയറുക എന്നൊക്കെ പറയില്ലേ. നമ്മൾ ഈ 2 വർഷം 2.5 വർഷം അടിച്ചു കയറി കോളേജിൽ. അതിൻ്റെ ഇടയ്ക്ക് കോളേജിൽ പോകുന്ന എനിക്ക് സപ്ലികൾ നല്ല പോലെ കിട്ടി. ഇതേമാതിരി ഈ +2 വന്ന അതേ വിഷയം ഞാൻ ബിടെക് ഉണ്ടോ സപ്ലി വേണമല്ലോ. സപ്ലി വേണമെന്ന് സപ്ലിന്റെ ഒക്കെ ഒരു അയ്യര് കളി എന്ന് പറയില്ലേ അങ്ങനെ. അതായത് ഞാനിപ്പോ എനിക്ക് SLC കഴിഞ്ഞിട്ട് +1 എന്താ സംഭവിച്ചത്, ഈ SLCന്റെ ഒരു ഇത് വെച്ചിട്ട് ഞാൻ +1 കയറിയപ്പോ ഈ പഠിപ്പ് പോരാന്ന് മനസ്സിലായി. ഈ +2 ഇത് വെച്ചിട്ട് ഞാൻ അവിടെയൊക്കെ പോയപ്പോ ഫസ്റ്റ് സെമ്മ് 12 എണ്ണത്തില് 10 എണ്ണം പൊട്ടി. അപ്പൊ വീട്ടിൽ പറയാൻ പറ്റൂല. അത് വീട്ടിൽ പറഞ്ഞു കഴിഞ്ഞാൽ ഇവര് എന്നെ ഇങ്ങനെയൊക്കെയാണ് അയച്ചത്. അപ്പൊ അവിടെ ഇതായി. പിന്നെ എന്നാലും നമുക്ക് അടുത്ത സെമ്മിലേക്ക് പോകാൻ പറ്റും. അത് ഇല്ല ഇയർ ബാക്ക് അത് ഒരു പ്ലസ് പോയിന്റ്. അതും കൂടെ നോക്കിയിട്ടാണ് ഞാൻ പോയത്. നമുക്ക് ഈ ഇയർ ബാക്ക് കിട്ടൂല. അതായത് നമുക്ക് 8 വർഷത്തിനുള്ളിൽ എപ്പോഴും എഴുതിയെടുത്താൽ മതി എന്നുള്ളൊരു ഇതുണ്ടായിരുന്നു. അപ്പോൾ അങ്ങനത്തെ മാത്സ് ഒക്കെ എനിക്ക് ഭയങ്കരമായിട്ടുള്ള ഒരു ഇതായിരുന്നു. ഫസ്റ്റ് തന്നെ ഞാൻ പോയത് മാത്സിന്റെ ക്ലാസ്സിലാണ്. ഈ ഫസ്റ്റ് തന്നെ കാൽക്കുലസ് എന്നുള്ളൊരു ചാപ്റ്ററാണ് തുടങ്ങിയത് തന്നെ. അപ്പൊ സത്യം പറഞ്ഞാൽ അവിടുന്ന് അതുവരെ ഉണ്ടായിരുന്ന കോൺഫിഡൻസ് നേരെ താഴേക്ക് ഇറങ്ങി പോവാണ് ചെയ്തത്. പിന്നെ അങ്ങനെ പോയി. പിന്നെയും ഈ പഠിപ്പ് എന്നുള്ള കാര്യം നമ്മൾ മറന്ന് കോളേജിലേക്ക് വന്നത് പഠിക്കാൻ വേണ്ടിയിട്ടാണ്, നല്ലൊരു ജോലിക്കാണ്, എവിടെയെങ്കിലും പ്ലേസ്ഡ് ആവണം എന്നുള്ള കാര്യങ്ങളൊന്നും അന്നേരം ഇല്ല. ഫ്രണ്ട്സിനെ കാണുന്ന, ഫ്രണ്ട്സിന്റെ കൂടെ രാവിലെ എങ്ങോട്ടോ പോകുന്നു, അവരെ കൂടെ കുറച്ചു നേരം എവിടെയോ ഇരിക്കുന്നു, വൈകുന്നേരം തിരിച്ചു വരുന്ന ഹോസ്റ്റലിൽ രാത്രി PUBG കളിക്കുന്നു. ഇതന്നെ ഒരു സൈക്കിളായിട്ട് ഇങ്ങനെ പോയിക്കൊണ്ടിരിക്കുക. എപ്പോഴെങ്കിലും വീക്കിലോ അല്ലെങ്കിൽ 2 വീക്സ് കൂടുമ്പോഴോ നാട്ടിലേക്ക് വരുന്നു, പപ്പനെ കാണുന്നു. അങ്ങനെ ഈ സപ്ലി കിട്ടിയ കാര്യമൊന്നും ആരും അറിയില്ല. ഇപ്പൊ അറിയും. അല്ല, ഞാൻ പിന്നെ അത് പറഞ്ഞിട്ടുണ്ട്. പിന്നെ എല്ലാം ക്ലിയർ ആയ ശേഷം ഞാനത് പറഞ്ഞു. തേർഡ് സെമ്മ് പോയി. ഒരു ക്വസ്റ്റ്യൻ ഇടയ്ക്ക് ചോദിക്കട്ടെ. അതായത് ഫസ്റ്റ് ഇയറിൽ 12 പേപ്പറിൽ 10 പേപ്പർ സപ്ലി ലാബ് ക്ലിയർ ആയി. മനസ്സിലായി. ഈ 10 പേപ്പർ സപ്ലിമെന്ററി ഉണ്ട് എന്ന് കണ്ട മൊമെന്റില് നന്നാവും തീരുമാനിച്ചായിരുന്നോ? ഇല്ല, 2 ദിവസത്തേക്കെങ്കിലും അത് തീരുമാനിച്ചു. 2 ദിവസം ഫസ്റ്റ് ദിവസത്തെ. അതായത് നമ്മള് ഫസ്റ്റ് സെമ്മിൽ തന്നെ എൻ്റെ ഒരു ഫ്രണ്ട് ഉണ്ട്. ഫ്രണ്ടിന്റെ ചേട്ടന്റെ കല്യാണത്തിന് വേണ്ടി കൊയിലാണ്ടി നിൽക്കുക. അപ്പോഴും റിസൾട്ട് വന്നത്. അപ്പൊ നോക്കിയപ്പോ
എല്ലാവരും പാസ്. ഉം. എല്ലാവരും എൻ്റെ കൂടെ കളിച്ച് നടന്ന എല്ലാവരും പാസ്. ആ. അറ്റ്ലീസ്റ്റ് 3 എണ്ണെങ്കിലും എല്ലാവരും പാസ്സായി. ആ. ഈ കാൽക്കുലസ് മാത്രം എല്ലാവർക്കും കോമൺ ആയിട്ട് കാൽക്കുലസ് എല്ലാവർക്കും പോയി. ശരി. അതിനുശേഷം നോക്കിയപ്പോൾ എല്ലാവരും 3ന്റെ മേലേക്ക് ക്ലിയർ ആയി. ഉം. ഞാനും എൻ്റെ ഒരു ഫ്രണ്ട് ഉണ്ട് ആനന്ദും. ഉം. ആനന്ദുമാണ് ഉം. ഈ ഇംഗ്ലീഷ് മാത്രം പാസ്സായി, ബാക്കി 5 എണ്ണം തോറ്റ്. ആ. അപ്പോൾ ഇതിൽ ഒന്നാമത്തെ റീസൺ എൻ്റെ ഒരു നമ്മളെ എക്സാമിൻ്റെ ടൈമിൽ നമുക്ക് ഒരു ഫ്രണ്ട് ഉണ്ട്, ആ. അക്ഷയ് പ്രവീൺ എന്നറിയും. അപ്പോൾ നമ്മൾ അപ്പാന്ന് വിളിക്കും. ആ. ആളുടെ ഒരു ടാക്ടിക്സ് ഉണ്ട്. ആ. ആള് എന്താ വെച്ചാൽ ഈ എക്സാമിൻ്റെ തലേന്ന് പോയിട്ട് ഈ പബ്ജി ഇൻസ്റ്റാൾ ചെയ്യും. ആ. അതുവരെ ഇയാൾ വെറുതെ നടന്നിട്ട് എക്സാമിൻ്റെ തലേന്ന് പബ്ജി ഇൻസ്റ്റാൾ ചെയ്തിട്ട് പിന്നെ ഒരു കളിയാ. ആ. എൻ്റെ അടുത്ത് ഫസ്റ്റ് സെമ്മിൽ പറഞ്ഞതാണ്, സായിദേ നമ്മൾ 6 സബ്ജക്റ്റും കൂടി കോൺസെൻട്രേറ്റ് ചെയ്ത് നമ്മൾ 6ഉം പൊട്ടും. അതുകൊണ്ട് നമ്മൾ 3 എണ്ണം കോൺസെൻട്രേറ്റ് ചെയ്യുന്ന 3 എണ്ണം പഠിക്കുന്ന, ബാക്കി 3 എണ്ണം നമ്മൾ അടുത്ത സെമ്മിൽ കോപ്പപ്പ് ചെയ്യുന്നുള്ള രീതി. ഇതുപോലെ ആൾക്കാർ എല്ലാ ബാച്ചിലും കാണുമല്ലോ, ഉണ്ടാവുമല്ലോ. ആൾക്ക് ഇങ്ങനത്തെ കുറെ ടാക്ടിക്കൽ ഐഡിയാസ് ഉണ്ടാവും. ശരി, എന്നിട്ട് ആൾ പാസ്സായോ? ആള് 2 എണ്ണം പാസ്സായി, ഞാനൊന്ന് പാസ്സായി. ആ. അപ്പോൾ അങ്ങനെ ആ ഒരു സമയം കഴിഞ്ഞപ്പോൾ എനിക്ക് കുറച്ച് വിഷമായി. ആ. ഇങ്ങനെ ഇതിനാണോ ഞാൻ വന്നതെന്നുള്ളൊരു തോട്ട് വന്ന്. ഉം. അപ്പോഴത്തേനും പിന്നെ അന്ന് സെം ബ്രേക്കാണ്, Okay. ഫസ്റ്റ് സെം കഴിഞ്ഞ് ബ്രേക്കാണ്. എഞ്ചിനീയർ എന്നുള്ള 8 അക്ഷരത്തിന് ഉം. ഈ എന്നൊക്കെ വെട്ടി സ്റ്റാറ്റസ് ഇട്ടിട്ട് ഈ കഴിഞ്ഞു എന്ന് പറഞ്ഞാൽ നമ്മൾ ENGIN ഓക്കെ. ആ. അങ്ങനെ ഓരോന്നും വെട്ടി ആ. അപ്പൊ ഈ വെട്ടി എന്നുള്ള സ്റ്റാറ്റസ് ഒക്കെ ഇട്ട് നാട്ടിലേക്ക് വന്നിട്ട് ആ. ഒരു 10 ദിവസമൊക്കെ കഴിഞ്ഞപ്പോഴാണ് റിസൾട്ട് വന്നത്. അപ്പോൾ നാട്ടിലല്ലേ മോട്ടിവേഷൻ കയറി. ആ. പിന്നെ രണ്ടാമത്തെ സെമ്മ് തുടങ്ങി. ആ. 2ാം സെമ്മിലാണെന്നുണ്ടെങ്കിലും പഠിക്കണം, എങ്ങനെയെങ്കിലും ഇതാവണം എന്നുള്ളത്. ആ. ആദ്യത്തെ ഒരാഴ്ചയൊക്കെ നല്ലോണം പഠിക്കാൻ നോക്കി, എങ്ങനെയൊക്കെ പോയി, ആ. എന്തൊക്കെയോ ചെയ്ത്. പിന്നെ സെയിം റിസൾട്ട്. ഉം. ഓക്കെ. ഇംഗ്ലീഷ്, 2ാമത്തെ ഇംഗ്ലീഷ് പാസ്സായി. ഉം. ലാബ് 3ഉം പാസ്സായി. ഉം. സത്യത്തിൽ 8 മിനിറ്റ് 16 പേപ്പറാണുള്ളത്. 3 ലാബ് പാസ്സായി, 2 തിയറിയും പാസ്സായി, ആ. 10 എണ്ണം പൊട്ടി. ലാബ് പാസ്സാവുന്നുണ്ട്. ലാബ് പാസ്സാവുന്നുണ്ട്. ഉം. ഉം. തിയറിയാണ് പൊട്ടുന്നത്. ഉം. അത് കഴിഞ്ഞ് സെക്കൻഡ് സെമിസ്റ്ററും കഴിഞ്ഞു. സെക്കൻഡ് റിസൾട്ട് സെമസ്റ്റർ വന്നു. അവസ്ഥ ഇത് തന്നെ. സെയിം അവസ്ഥ. ശരി, അത് കഴിഞ്ഞ് അത് കഴിഞ്ഞ് തേർഡ് സെമ്മിലേക്ക് പോയപ്പോഴും തേർഡ് സെമ്മോ തേർഡ് ഇയറോ? തേർഡ് സെം തേർഡ് സെം. സെക്കൻഡ് ഇയർ സെക്കൻഡ് ഇയർ. അപ്പോഴും സെയിം അവസ്ഥ. ഏറെക്കുറെ വാഷ് വാഷൗട്ടായി. തേർഡ് സെം വാഷ് ഔട്ടായി. ആ. തേർഡ് സെം വാഷ് ഔട്ടായപ്പോൾ ഞാനും എൻ്റെ 2 ഫ്രണ്ട്സും ഉണ്ടായി. മൂന്ന് പേര് ഒരുമിച്ച് വാഷ് ഔട്ടായി. നമ്മൾ അന്ന് പിന്നെ ഹോസ്റ്റലിൽ നിന്നൊക്കെ ഇറങ്ങിയിട്ട് നമ്മൾ വീട്ടിലേക്ക് മാറി. ഉം. അപ്പോൾ വീടെടുത്തപ്പോൾ 12 പേരാണ് വീടെടുത്തത്, 10 പേര് വാഷ് ഔട്ട്. ഉം. വീടെടുത്ത ഒരു സമയമായിരുന്നു. അപ്പോൾ പിന്നെന്തായി, ബൈക്കായി. ഉം. ആദ്യം ഹോസ്റ്റലിലായിരുന്നപ്പോൾ ഉം. 6 മുതൽ 5 എണ്ണം പൊട്ടി. ഉം. പിന്നെ നോക്കിയപ്പോൾ എല്ലാവരും വാഷ് ഔട്ട്. നമ്മൾ എക്സാം ഇപ്പോൾ എന്താണ് മാർക്ക്, അതായത് ക്രെഡിറ്റ് പോയിന്റ്സ് കുറയാണ്ടിരിക്കാൻ വേണ്ടിയിട്ട് ഉം. എക്സാം അറ്റൻഡ് ചെയ്യാണ്ടിരുന്ന കാലമൊക്കെ ഉണ്ടായിനി. ഉം. 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 നമുക്ക് അറ്റൻഡ് ചെയ്ത് കഴിഞ്ഞാൽ ഒരു അറ്റംപ്റ്റ് പോകുന്നുള്ള പേടിച്ചിട്ട് പഠിച്ചിട്ടുണ്ടാവില്ല. ആ. ആ രീതിയിൽ അറ്റംപ്റ്റ് ചെയ്യാണ്ട് പോകും. ഉം. പക്ഷെ അന്നേരം എനിക്ക് തേർഡ് സെം വാഷ് ഔട്ട് ആയപ്പോഴും പോസിറ്റീവായിട്ടുള്ള ഒരു കാര്യം എന്താ വെച്ചാൽ, ഞാൻ എല്ലാ പേപ്പറും ഫീസ് അടച്ച് പോയി എഴുതി. ഉം. അപ്പോൾ ഈ ഫസ്റ്റ് സെമ്മിലും സെക്കൻഡ് സെമ്മിലും ഏതൊക്കെ ഞാൻ അറിയാണ്ട് ക്ലിയർ ആയി ഓ, പോയി. കിട്ടി. ഏതൊക്കെ 2-3 എണ്ണം എങ്ങനെയോ പാസ്സായി പോയി. ശരി. അപ്പോൾ എനിക്ക് തോന്നി ഇത് വിചാരിച്ച കിട്ടും എന്നുള്ള സംഭവം. കിട്ടും. ഉം. അങ്ങനെ പോയി ഫോർത്ത് സെം ആയപ്പം പിന്നെ കുറച്ച് ഇതായപ്പോൾ ഫോർത്ത് സെം ഞാൻ ഓൾ ക്ലിയർ ആയി, എല്ലാം ക്ലിയർ ആയി. ഫോർത്ത് സെമ്മിൽ കുറച്ചും കൂടി ഇതായിട്ട് അപ്പോഴാണ് നമ്മൾ കോളേജിൽ അടിച്ച് കയറി നിൽക്കുന്ന ടൈമിലാണ് കൊറോണ വരുന്നത്, 2020. ശരി. അപ്പോൾ പിന്നെ ഇതേമാതിരി അത്രയും പീക്കിൽ നിന്നത് നേരെ താഴെ ഇറങ്ങി. ഉം. നേരെ എല്ലാവരും വീട്ടിൽ പോയി പെട്ടിങ് ഇറക്കി എടുത്തിട്ട് വീട്ടിൽ പോയി. ഉം. പിന്നെ കുറേ കാലം ഏകദേശം 1 കൊല്ലത്തോളം 1.5 കൊല്ലത്തോളം വീട്ടിലായി. അപ്പോഴത്തെ ഞാൻ അതൊക്കെ ഫോർത്ത് സെം ക്ലിയർ ആയി. ഉം. പിന്നെ ഞാൻ വരുന്നത് ഓൾമോസ്റ്റ് തേർഡ് ഇയറിലാണ്. ഉം. തേർഡ് ഇയറിൽ വന്നു. തേർഡ് ഇയർ ഒക്കെ കുറച്ചും കൂടി അടിപൊളിയായിട്ട് പോയി. ഉം. തേർഡ് ഇയറിലും ഞാൻ ഏതൊക്കെ എക്സാമുകൾ എഴുതുന്നു. ഉം. ഞാൻ പ്രതീക്ഷിക്കാത്തത് പാസ്സാവുന്നു, ഉം. പ്രതീക്ഷിച്ചത് പൊട്ടുന്നു. അങ്ങനത്തുള്ള സിറ്റുവേഷനൊക്കെ ആയി. കുറച്ച് മെച്ചപ്പെടാൻ തുടങ്ങി. ഉം. മെച്ചപ്പെടാൻ തുടങ്ങി. ഉം. അങ്ങനെ തേർഡ് ഇയർ ആയപ്പോഴത്തേനും സപ്ലിയുടെ എണ്ണം കുറഞ്ഞ്, ഉം. അതായത് ഒരു 20 എന്നുള്ള രീതിയിൽ നിന്ന് ഞാൻ കുറഞ്ഞ് ഓൾമോസ്റ്റ് ബിലോ 5 എന്നുള്ളതിലേക്ക് മാറി. തേർഡ് ഇയർ അല്ല, അത് ശരിക്കും കഷ്ടപ്പെട്ട് പഠിച്ച് എഴുതിയെടുത്തത് തന്നെയാണ്. ഒരുവിധമൊക്കെ കുറേയൊക്കെ കഷ്ടപ്പെട്ട് പഠിച്ച് ഒരു എഴുതിയെടുത്തവരാണ്. ഫോക്കസ് ചെയ്ത് തന്നെ നമ്മൾ ഫോക്കസ് ചെയ്ത് തന്നെ ചെയ്തതാണ്. അപ്പൊ അങ്ങനെ ബിടെക് കഴിഞ്ഞ് പുറത്തിറങ്ങുമ്പോ എത്ര സപ്ലി ഉണ്ട്? ബിടെക് കഴിഞ്ഞ് പുറത്തിറങ്ങുമ്പോൾ സപ്ലി ഇല്ല, ക്ലിയർ ചെയ്തിട്ട് ഇറങ്ങി. ക്ലിയർ ചെയ്തിട്ട് ഇറങ്ങിയത്. അല്ല, ഈ 12ഉം 18ഉം ഒക്കെ ഉണ്ടായിരുന്നത് ക്ലിയർ കംപ്ലീറ്റ് ഇറങ്ങുന്നു. കംപ്ലീറ്റ് ഈ 18ഉം 12ഉം എനിക്ക് സെക്കൻഡ് ഇയർ വരെ ഉള്ളു. ഇനി അതിനുശേഷം സപ്ലികൾ 1-2 ഒക്കെ എന്നുള്ള രീതിയിലാണ് വന്നുകൊണ്ടിരുന്നത്. അപ്പൊ വാഷ് ഔട്ട് ആയ ആ സെമസ്റ്റർ കഴിഞ്ഞ് പിന്നെ നമ്മൾ നല്ലതുപോലെ മെച്ചപ്പെട്ടു. കൊറോണ വന്നുകൊണ്ട് അതിൻ്റെ കൂടി ഒരു ലിബറേഷനും കൂടെ ഉണ്ടായിരുന്നു. ആ. ഒരു
കുറച്ചൊരു പരിധി വരെ. ഉം. അപ്പൊ എന്നാലും നമ്മൾ എഫോർട്ട് പിന്നെ ഇടാണ്ട് ഉറപ്പായിട്ടും. ഒരിക്കലും ഇതാവില്ലല്ലോ. അപ്പോൾ അങ്ങനെ അത് കഴിഞ്ഞു. അപ്പോഴും ഒരു പ്രശ്നം എന്താണെന്ന് വെച്ചാൽ ഈ ഫസ്റ്റ് സെമ്മിലെ കാൽക്കുലസ് ഞാൻ 7th സെമ്മിൽ എത്തിയിട്ടും പാസ്സായിട്ടില്ല. ഇതവിടെ കിടക്കുകയാണ്. അതവിടെ കിടക്കാണ്. അതിൽ ഒരു പ്രശ്നം എന്ന് വെച്ചാൽ എൻ്റെ അറിവില്ലായ്മ കൊണ്ട് സംഭവിച്ചൊരു ഇഷ്യൂ ആണ്. ഉം. ഇൻറ്റേർണൽ മാർക്ക് എനിക്ക് 5 ആണ് ഇട്ടത്. ഉം. ഔട്ട് ഓഫ് 25 ആണ് ഇട്ടത്. ഞാൻ ഇൻറ്റേർണൽ എക്സാം എഴുതിയിട്ടില്ലായിരുന്നു. ഉം. അപ്പോൾ എന്തോ കാരണം കൊണ്ട് ഇൻറ്റേർണൽ എക്സാം എഴുതാത്തതുകൊണ്ട് സാറ്, ഞാൻ പ്രോസസ്സൊക്കെ മനസ്സിലാക്കി പിന്നെയാണ് സാറ് അപ്ലോഡ് ചെയ്ത മാർക്ക് അറ്റ്ലീസ്റ്റ് 15 എങ്കിലും വേണം, എന്നാലേ 45 എടുത്താൽ പാസ്സാവുള്ളൂ. കറക്റ്റ്. ബട്ട് എനിക്ക് 5 ആയതുകൊണ്ട് ഞാൻ 45ന് പകരം 65 എടുക്കണം ഏത് യൂണിവേഴ്സിറ്റി എക്സാമിന്? യൂണിവേഴ്സിറ്റി എക്സാമിന്. ഇത്രയും മാർക്ക് ഞാൻ ഓവർകം ചെയ്യണം, എക്സ്ട്രാ എക്സ്ട്രാ എടുക്കണം. അപ്പോൾ മാത്സിൽ ഈ കാൽക്കുലസിന്. കാൽക്കുലസിന് വേറെ ഏതിലാണെങ്കിലും ഇത്ര ചലഞ്ച് ഇല്ലായിരുന്നു. അപ്പോൾ ഓൾമോസ്റ്റ് 60+ മാർക്ക് കാൽക്കുലസിന് എടുക്കണം എന്ന് പറഞ്ഞപ്പോൾ ഞാൻ അവിടെയും ഇനിയിപ്പോൾ നടക്കൂല, ഒരു ഡീംഡ് യൂണിവേഴ്സിറ്റിയിലേക്കോ അങ്ങനെ ഏതെങ്കിലും ഒരു വേറെ ക്രെഡിറ്റ് ട്രാൻസ്ഫർ എന്നുള്ള രീതിയിലൊക്കെ ഞാൻ ആലോചിച്ച ഒരു ടൈം ഉണ്ടായിരുന്നു. എന്നാലും ഇത്രയും കിട്ടിയ സ്ഥിതിക്ക് ഇനിയിപ്പോൾ ഇത് നോക്കാം, ഒരു പേപ്പറിൽ നമുക്ക് ടൈം ഉണ്ടല്ലോ, അത് ഇനിയിപ്പോൾ ഏത് ജോലിക്കാണെന്നുണ്ടെങ്കിൽ അത് ഉള്ള പോലെ പറയാം. ഇങ്ങനെ ഒരു അറിവില്ലായ്മ കൊണ്ട് സംഭവിച്ചൊരു ഇഷ്യൂ ആണ്, ഞാനത് ക്ലിയർ ചെയ്യും എന്നുള്ളൊരു ഇതിൽ പറയാന്നുള്ള, ഇൻ്റർവ്യൂ വരികയാണെങ്കിൽ അങ്ങനെ പറയാന്നുള്ള രീതിയിലേക്ക് മാറി. അങ്ങനെ കഴിഞ്ഞു. 8ാം സെമിസ്റ്ററിൽ അതും ക്ലിയർ ആയി പോയി. ക്ലിയർ ആയി കിട്ടി. ഓ, അങ്ങനെ ലാസ്റ്റ് എക്സാമിന് അപ്പോൾ ഇറങ്ങിയപ്പോൾ സപ്ലികളൊന്നുമില്ല, ഓൾ ക്ലിയർ ആയിട്ടാണ് ഇറങ്ങിയത്. അടിപൊളി. ബിടെക് കഴിഞ്ഞ് പുറത്തിറങ്ങി കഴിയുമ്പോൾ പിന്നെ എനിക്ക് 2022 പഠിച്ചിറങ്ങുന്നത് അല്ലേ? 2022 ഓഗസ്റ്റിലാണ് ഇറങ്ങുന്നത്. അത് കഴിഞ്ഞ് പിന്നെ നമ്മൾ വിചാരിച്ച പോലെ കേരളമൊക്കെ നടന്നോ? ബിടെക് ഏത് അറിയാണെങ്കിൽ ചോദിക്കാൻ വിട്ടുപോയി. ബിടെക് 2018 to 22 അല്ല, കമ്പ്യൂട്ടർ സയൻസ്. കമ്പ്യൂട്ടർ സയൻസ് ആയിരുന്നു. ഓക്കെ. അതിനുശേഷം പിന്നെ നമ്മൾ വിചാരിച്ച പോലെ കേരളമൊക്കെ നടന്നോ? വിചാരിച്ച പോലെ നടന്നോന്ന് ചോദിച്ചാൽ നടന്നിട്ടില്ല. അവിടെ എന്തൊക്കെയായിരുന്നു ചലഞ്ചസ്? അവിടെ ചലഞ്ചസ്, ഞാനൊരു ഇൻ്റർവ്യൂ അറ്റൻഡ് ചെയ്തു. ഒരു ഇൻ്റർവ്യൂ ഞാനൊരു CV ഒക്കെ ഉണ്ടാക്കി ഇൻ്റർവ്യൂ അറ്റൻഡ് ചെയ്തു. ഇൻ്റർവ്യൂ അറ്റൻഡ് ചെയ്തപ്പോൾ ഒരു ടെലിഫോണിക് ഇൻ്റർവ്യൂ ആയിരുന്നു. അവർ ക്വസ്റ്റ്യൻ ചോദിച്ചു, വളരെ ബേസിക് ആയിട്ടുള്ള ക്വസ്റ്റ്യൻ. എനിക്കിപ്പോഴും ഓർമ്മ ഉണ്ട്. എന്താണ് മെഷീൻ ലേണിംഗ് എന്ന് ചോദിച്ചു, എന്താണ് ഡീപ്പ് ലേണിംഗ് എന്ന് ചോദിച്ചു, എന്താണ് ആർട്ടിഫിഷ്യൽ ഇൻ്റലിജൻസ് ചോദിച്ചു, പൈത്തൺ എന്താണ്, പൈത്തൻ്റെ ബേസിക്സ് എന്താണ്, ലിസ്റ്റ് എന്താണ്, ടപ്പിൾ എന്താണെന്നൊക്കെ ചോദിച്ചു. എനിക്കൊന്നിനും ആൻസർ അറിയില്ല. എന്ന് പറഞ്ഞാൽ ഒന്നിനും ആൻസർ അറിയില്ല. അപ്പം ആ ഇൻ്റർവ്യൂ ആൾ കട്ട് ചെയ്തിട്ട് പോയി. അപ്പോൾ എനിക്ക് ഭയങ്കരമായിട്ട് ഇതായി. ഞാൻ ബിടെക് പഠിച്ചിട്ട് ഇത്രയും ബേസിക് ആയിട്ടുള്ള കാര്യങ്ങൾ അറിയില്ല എന്നുണ്ടെങ്കിൽ ആര് ജോലി തരാനാണ്? എൻ്റെ ഇത്രയും സ്കില്ല് ഇത് വെച്ചിട്ട് എനിക്ക് ജോലി കിട്ടൂല എന്ന് എനിക്ക് ഉറപ്പായി. അപ്പോൾ വീട്ടിൽ നിന്ന് ചോദ്യമൊക്കെ തുടങ്ങിയോ? അതായത് സ്ഥിരം കുറേ ക്ലീശ ചോദ്യങ്ങളുണ്ടല്ലോ. ക്ലീശ അല്ല, ഐ മീൻ അതായത് ജോലി ആയില്ലേ, ജോലി ആവുന്നില്ലേ, വീട്ടുകാർ മാത്രമല്ല, വീട്ടുകാർ ചോദിച്ചത് ഇൻ്റർവ്യൂവിനൊക്കെ പോയിട്ട് എന്താ അവസ്ഥ? പ്രഷർ അത്രയില്ല. പ്രഷർ അത്രയില്ല, പ്രഷർ ഒന്നുമില്ല, ഇന്നുമില്ല. വീട്ടിൽ നിന്ന് പ്രഷർ ഇല്ല. അപ്പോൾ എന്താണ് ഭാവി പരിപാടി, എന്താണ് ഈ ഉദ്ദേശിക്കുന്നത് എന്നുള്ള കാര്യം അവർ അറിയണം. അതുകൊണ്ട് അവർ ചോദിച്ചു. അപ്പം ഞാൻ എൻ്റെ പ്ലാൻ പറഞ്ഞു. ഇങ്ങനെ ഒരു ടച്ചൊന്നും ഇല്ല, അപ്പോൾ ഒരു എന്തെങ്കിലുമൊക്കെ ഒന്ന് കുറച്ചും കൂടി ഒന്ന് പഠിക്കണം, ഏതെങ്കിലും ഒരു ലാംഗ്വേജിലേക്ക് ഫോക്കസ് ചെയ്യണം. അപ്പം ഞാനത് എക്സാമ്പിളായി പറഞ്ഞെന്താ വെച്ചാൽ, ഇപ്പോൾ ഒരു ഡോക്ടർ പഠിച്ചിറങ്ങിയാൽ എല്ല്, കല്ല്, പല്ല് എന്നൊക്കെ പറഞ്ഞവർ എന്തിനെങ്കിലും ഒന്ന് ഫോക്കസ് ചെയ്യില്ലേ, അതുപോലെ ഏതെങ്കിലും ഒരു ലാംഗ്വേജിലും കൂടെ ഫോക്കസ് ചെയ്തിട്ട് പഠിച്ചാലേ ഏതെങ്കിലും ഒരു ഡൊമൈനിൽ നിൽക്കാൻ പറ്റുള്ളൂ. ഈ ബിടെക് കഴിഞ്ഞ് ഇറങ്ങിയിട്ട് എത്ര ഇന്റർവ്യൂസിന് പോയി എന്ന് ഇപ്പോൾ ഓർമ്മയുണ്ടോ? മേ ബി 1 or 2 ആ ഒരു, അതായത് ഒരു ഇന്റർവ്യൂവിന് പോയി. അതോടുകൂടി എനിക്ക് മനസ്സിലായി എല്ലാ ഇന്റർവ്യൂവിനും ഇതാണ് നടക്കാൻ പോകുന്നത്. അറ്റ്ലീസ്റ്റ് നമുക്ക് ഒന്നും അറിയാണ്ട് ഒരാൾ ജോലി തരില്ല എന്ന് മനസ്സിലായി. അപ്പോൾ ഉള്ളതാണ് ഒന്നും, ഒരു വെബ്സൈറ്റ് എങ്ങനെ വർക്ക് ചെയ്യുന്നതോ, ഒരു ഫ്രണ്ട് എൻഡ് എന്താണോ ബാക്ക് എൻഡ് എന്താണോ പോലും അറിയില്ല. അങ്ങനത്തെ ഒരു സിറ്റുവേഷനിൽ എൻ്റെ ഒരു ഫ്രണ്ട് ഉണ്ട്, ആ ഫ്രണ്ടാണ് കൂടെ വന്നത്. എന്നോട് ചോദിച്ചു ഫ്രണ്ട് എൻഡ് എന്താണ് ബാക്ക് എൻഡ് എന്താണെന്ന് അറിയുമെന്ന് ചോദിച്ചു. സത്യമായിട്ട് എനിക്കറിയില്ല. അപ്പോൾ അവൻ പറഞ്ഞ് ജോലി കിട്ടൂല, ഈ ഫ്രണ്ട് കൂടെ. അപ്പോൾ ജോലി കിട്ടൂല എന്ന് പറഞ്ഞു. അപ്പൊ എനിക്ക് മനസ്സിലായി. അന്നേരം ഇവനും ഒരു കോഴ്സിനൊക്കെ പോയിട്ട് ജോലി കിട്ടിയത് ഞാൻ കണ്ടു. ഇവനാണെന്നുണ്ടെങ്കിലും പൈത്തൺ പഠിച്ചു, ജോലി വാങ്ങി, ഒരു കമ്പനിയിൽ കയറി. ഇവനും ആളും പൈത്തൺ ജാങ്കോ ഡെവലപ്പർ തന്നെയാണ്. അപ്പോൾ അങ്ങനെ കണ്ടപ്പോൾ എനിക്കൊരു മോട്ടിവേഷൻ ആയി. മുമ്പിൽ ഒരു എക്സാമ്പിൾ കൂടെ ഉണ്ട്. അടുത്തറിയാവുന്ന ഒരാൾ. അവൻ പറഞ്ഞ് പോയി, അതായത് എന്തിലെങ്കിലും ഒന്ന് ഫോക്കസ് ചെയ്തിട്ട് പഠിക്കി. അങ്ങനെയാണെന്നുണ്ടെങ്കിൽ ഏതെങ്കിലും, അങ്ങനെയാണ് ഞാൻ വൺ ടീമിലെത്തുന്നത്. പൈത്തൺ ആണ് പഠിക്കാൻ തുടങ്ങിയത്. അപ്പോൾ അവിടെ പഠിച്ച് തുടങ്ങിയപ്പോൾ അപ്പോൾ പൈത്തൺ എടുക്കാൻ എന്താ തീരുമാനിച്ചത്? ഈ ഫ്രണ്ട് പറഞ്ഞിട്ടാണ്. വൺ ടീമിൽ ചേരാനും ഒരു ചലഞ്ച് ഉണ്ട്, ഇതേപോലത്തെ ഒരു ചലഞ്ച് ഉണ്ട്. വൺ ടീമിൽ ചേരാൻ നിൽക്കുമ്പോഴാണ് പപ്പ മരിച്ചു പോയത്. ഈ ഹെൽപ്പ് ചെയ്ത പപ്പ മരിച്ചു പോയത്. അതായത് ഗ്രാൻഡ് പാ. ഞാൻ ന്യൂ ഇയർ ജനുവരി 2-ാം തീയതി ജോയിൻ ചെയ്യാൻ വിചാരിച്ചതായിരുന്നു വൺ ടീമിൽ. 2-ാം തീയതിയോ 3-ാം തീയതിയോ.
പപ്പ 1-ാം തീയതി ന്യൂ ഇയറിൻ്റെ അന്നാണ് പപ്പ മരിച്ചു പോയത്. അപ്പോൾ ശരി. എല്ലാം ഞാൻ അതിനു മുമ്പ് ഡെമോ ക്ലാസ് ഒക്കെ ഒന്ന് അറ്റൻഡ് ചെയ്ത് December 23rd ഒരു ഡെമോ ക്ലാസ് കാലിക്കറ്റിൽ ഒന്ന് അറ്റൻഡ് ചെയ്ത് പഠിക്കാന്നുള്ള എനിക്ക് മനസ്സിലാവുന്നുണ്ട്. അപ്പം ഞാൻ വിചാരിച്ചു പഠിക്കാം എന്നുള്ള രീതിയിലേക്കൊക്കെ വന്ന് ആ പഠിക്കാനുള്ള കാര്യം അപ്പോഴൊക്കെ പപ്പ ഹോസ്പിറ്റലാണ്. അപ്പോൾ അപ്പോൾ കോഴ്സിന് കയറാന്നുള്ളത്. അപ്പോഴും ഒരു പ്രശ്നം എന്താ വെച്ചാൽ അവസാനത്തെ സെമ്മിൽ കോളേജിൽ ഫീസ് അടച്ചത് ഒരുപാട് സ്ട്രഗിൾ ചെയ്തിട്ടാണ്. ഞാനും ആയാലും ഉമ്മ ആയാലും എൻ്റെ ഫ്രണ്ട്സ് ഹെൽപ്പ് ചെയ്തിട്ടുണ്ട്. എൻ്റെ ഫ്രണ്ട്സ് ഹെൽപ്പ് ചെയ്തിട്ടുണ്ട്, ഉമ്മാൻ്റെ ഫ്രണ്ട്സ് ഹെൽപ്പ് ചെയ്തിട്ടുണ്ട്. അങ്ങനെ ഈ സിംഗപ്പൂരുള്ള സാദിത് മാമനെ ഹെൽപ്പ് ചെയ്തിട്ടുണ്ട്. അങ്ങനെ എല്ലാവരും കൂടി ഹെൽപ്പ് ചെയ്തിട്ട് ഫീസൊക്കെ അടച്ചു. അപ്പോഴും അതൊരു സ്ട്രഗിളാണ്. അപ്പം പപ്പ മരിച്ച ടൈമിൽ മാമൻ വന്നിനി. മാമൻ വന്ന് പോകുമ്പോൾ ഈ കോഴ്സിന് അങ്ങനെ അറിഞ്ഞു, ഞാൻ പറഞ്ഞിട്ടില്ല, ആരോ അറിഞ്ഞ് ഈ അതിന് വേണ്ടി പൈസ എന്താന്ന് വെച്ചാൽ മാമൻ്റെ അടുത്ത് നിന്ന് വാങ്ങിച്ചോ എന്നുള്ള കാര്യം പറഞ്ഞ്. അപ്പോൾ 1 ടീമിലേക്ക് ചേരാനുള്ള പൈസ ആണെന്നുണ്ടെങ്കിലും എനിക്ക് മാമനാണ് തന്നത്. 1 ടീമിൽ അങ്ങനെയാണ് 1 ടീമിലെത്തിയത്. 1 ടീമിലെത്തി പൈത്തൺ പഠിച്ച് തുടങ്ങിയപ്പോൾ ശരിക്കും നമ്മൾ വിചാരിച്ച പോലെയൊക്കെ സ്റ്റാർട്ട് ചെയ്യാൻ പറ്റുമോ? അതോ ആദ്യമേ അതായത് അവിടെ കുറേ ചലഞ്ചസ് ഉണ്ടായിരിക്കില്ല. ഇപ്പോൾ ഒരു പുതിയ ലാംഗ്വേജ് പഠിക്കുന്നു, അതായത് കോളേജിൽ പഠിച്ച ഒരു രീതിയിലല്ല പഠിക്കുന്നത്. അവിടെ അപ്പോൾ എന്തൊക്കെയായിരുന്നു ചലഞ്ചസ് ഉണ്ടായിരുന്നത്? കോളേജിൽ പഠിച്ചോന്ന് വെച്ച് കഴിഞ്ഞാൽ നമ്മൾ കോളേജിൽ പോയിട്ട് പഠിച്ചിട്ടില്ല. എക്സാമിന് വേണ്ടിയാണല്ലോ. എക്സാമിന് വേണ്ടി നമ്മൾ യൂട്യൂബ് നോക്കിയിട്ടും ശരിക്കും പറഞ്ഞാൽ ഒരു കമ്പനിക്ക് വേണ്ട രീതിയിലല്ല കോളേജിൽ പഠിപ്പിക്കുന്നതും. ആ ഒരു കോളേജിന്റെ വർക്ക് ഫ്ലോ എന്ന് പറഞ്ഞാൽ ഒരിക്കലും ഒരു കമ്പനി എന്താണോ ആവശ്യം ഉള്ളത് അതല്ല. ഇവിടെ 1 ടീമിൽ വന്നതിന് ശേഷമാണ് എനിക്ക് ഒരു കമ്പനി ഇങ്ങനെ വർക്ക് ചെയ്യുന്നത്, ഒരു കമ്പനിക്ക് എന്തൊക്കെയാണ് വേണ്ടത്, കമ്പനിന്റെ പ്രൊഡക്ട്സ് എന്താണ്, ആ പ്രൊഡക്റ്റ് അവർ എങ്ങനെയാണ് ഉണ്ടാക്കുന്നത്, ആരൊക്കെയാണ് ക്ലയൻസ് എന്നുള്ളതൊക്കെ എനിക്ക് മനസ്സിലായി. അപ്പം പിന്നെ പൈത്തൺ ആയതുകൊണ്ട് എനിക്ക് വലിയൊരു ചലഞ്ചായിട്ട് തോന്നിയിട്ടില്ല. ഒന്ന് നോക്കിയപ്പോൾ ഇത് എനിക്ക് എന്താണ് കോളേജിൽ നിന്ന് മനസ്സിലാവാഞ്ഞതെന്നാണ് ഞാൻ ആലോചിച്ചത്. അപ്പം ഞാൻ കോളേജിൽ പോയതിന്റെ മൈൻഡ് സെറ്റിലല്ല ഞാൻ 1 ടീമിലോട്ട് വന്നത്. മേ ബി അതുകൊണ്ടായിരിക്കും. അപ്പോൾ എനിക്കൊരു ചലഞ്ചായിട്ട് തോന്നിയിട്ടില്ല. മേ ബി ഒരു സിൻടാക്സും കാര്യങ്ങളൊക്കെ നമ്മൾ മറ്റേ സിൻടാക്സുകൾ കണ്ടോണ്ടായിരിക്കും, ഇംഗ്ലീഷായിട്ട് ഒരു സാമ്യം ഉള്ളതുകൊണ്ട് പെട്ടെന്ന് മനസ്സിലായി. അപ്പം അങ്ങനെ പൈത്തൺ പഠിച്ച് തുടങ്ങുന്നു. ഒരു 6-7 മാസത്തെ കോഴ്സ് കഴിയുന്നു. എനിക്ക് അതിനിടയ്ക്ക് ഞാൻ സായിദിനെ മീറ്റ് ചെയ്തിട്ടുണ്ട്. അപ്പോൾ ഞാനന്ന് പലപ്പോഴും പറഞ്ഞിട്ടുണ്ട്, സായിദ് കുറച്ച് എന്താ പറയുക, കുറച്ച് ഓവർ കോൺഫിഡൻ്റ് ആണോ എന്ന് എനിക്ക് തോന്നുന്നുണ്ട്. അത് ഞാനൊരു നല്ല ഫീഡ്ബാക്ക് ആയിട്ടാണ് പറഞ്ഞത്. പക്ഷേ അതിന് ശേഷം പലപ്പോഴും സംസാരിക്കുമ്പോൾ സായിദിൻ്റെ സംസാര രീതിയിലും ബോഡി ലാംഗ്വേജിലൊക്കെ ഭയങ്കര മെച്യൂരിറ്റി എന്ന് എനിക്ക് തോന്നിയിട്ടുണ്ട്. അപ്പോൾ അത് പർപ്പസ്ഫുള്ളി അങ്ങനെ ഒരു എഫേർട്ട് എടുത്തിട്ടുണ്ടോ? ഞാൻ പറഞ്ഞതുകൊണ്ടാണെന്നല്ല ഞാൻ പറഞ്ഞത്. അങ്ങനെ ഒരു നമുക്ക് കുറച്ചുകൂടി പ്രൊഫഷണലിസം നമ്മുടെ ബോഡി ലാംഗ്വേജിലും നമ്മുടെ സംസാര രീതിയിലേക്ക് വരണം തോന്നിയിട്ടുണ്ടോ? അത് എങ്ങനെയാണ് ഒന്ന് ട്യൂൺ ചെയ്തെടുത്തത്? അത് ഞാൻ പണ്ട് മുതലേ എൻ്റെ ഇങ്ങനത്തെ കാര്യങ്ങൾ ഉള്ളതാണെന്നുണ്ടെങ്കിൽ ഞാൻ അക്സെപ്റ്റ് ചെയ്യാറുണ്ട്. നമ്മൾ പെർഫെക്റ്റ് ആണെന്ന് ഞാൻ ഒരിക്കലും ആരെയും വിശ്വസിപ്പിക്കുന്നില്ല. വെരി ഗുഡ്. അപ്പോൾ ഒരാളങ്ങനെ പറഞ്ഞു തരുമ്പോൾ പോരാത്തതിന് ഇങ്ങനെ ഒരു ടോപ്പ് പൊസിഷനിൽ ഒരാൾ പറയുമ്പോൾ അതിലെന്തെങ്കിലും ഉണ്ടാവും. ഞാൻ പിന്നെ എനിക്കറിയാം എൻ്റെ സൗണ്ടും കുറച്ച് കൂടുതലാണ്, കുറച്ചൊരു ഡെപ്ത് ഉള്ള സൗണ്ടാണ്. അപ്പോൾ ഞാൻ ഓവർ ഡോമിനൻസ് ആയി പോകുന്നുണ്ടോ എന്ന് എനിക്ക് പണ്ടേ അറിയായിരുന്നു. ഞാൻ സംസാരിച്ചു തുടങ്ങിയാൽ ആ ഒരു ഡോമിനൻസ് വരുമോ ഇല്ല എന്നുള്ളത് അറിയുന്നതുകൊണ്ട് ഞാനത് അക്സെപ്റ്റ് ചെയ്തു, അത് ആ ഒരു പ്രശ്നം ഉണ്ട് എന്നുള്ളത്. അപ്പോൾ അത് പിന്നെ കാരണം ഇത് 2 രീതിയിൽ എടുക്കാം. ഒരു കമ്പനീസിൽ ഇയാള് കോൺഫിഡന്റ് ആണെന്നുള്ള രീതിയിൽ ഇയാൾക്ക് എടുക്കാം. രണ്ടാമത്തത് ഇയാള് ഇത്രയും ചെറിയൊരു പൊസിഷനിൽ ഇയാൾ എന്തുകൊണ്ട് ഇങ്ങനെ ബാക്കിയുള്ള ഇത്രയും ഡോമിനൻസ് ചെയ്യുന്നു. അപ്പൊ രണ്ടാമത്തെ രീതിയിലാണ് എടുക്കാന്നുണ്ടെങ്കിൽ ഒരു നെഗറ്റീവ് ഇമ്പാക്ട് വരും. എല്ലാരും ഒരേപോലെ അല്ല എന്നുള്ളതുകൊണ്ട് ഞാൻ കുറച്ച് കുറയ്ക്കാൻ ശ്രമിച്ചു. അതായത് പൊസിഷൻ നോക്കിയിട്ട് ആള് കുറച്ച് ടോപ്പ് ലെവലിലാണെന്നുണ്ടെങ്കിൽ ആളുടെ സൗണ്ടിന്റെ മേലെ എന്റെ സൗണ്ട് വരരുത് എന്നുള്ളൊരു നിർബന്ധം എനിക്കുണ്ടായിരുന്നു. അപ്പൊ അങ്ങനെയാണ് പിന്നെ അത് ചേഞ്ച് ആയത്, ട്യൂൺ ചെയ്തു അല്ലേ? അപ്പോൾ അത് ഇവിടെ 1 ടീമിൽ പൈത്തൺ പഠിച്ച് കഴിഞ്ഞിട്ട് ആ സമയത്ത് സായിദ് സ്വയം എടുത്ത എഫേർട്സ് എന്തൊക്കെയാണ്? അതായത് ഇപ്പോൾ നമ്മളിവിടെ ട്രെയിനറുണ്ട്, പഠിപ്പിക്കുന്നുണ്ട്. പക്ഷേ എനിക്ക് അറിയാം സായിദ് അല്ലാതെ കുറേ പ്രൊജക്ട്സ് ഒക്കെ തന്നെത്താൻ സ്വയം വേണ്ടി ചെയ്തിട്ടുണ്ട്. അപ്പോൾ അങ്ങനെ എന്തൊക്കെയാണ്? ഇപ്പം ഞങ്ങളിവിടെ പല സ്റ്റുഡൻസിനോടും പറയുന്ന കാര്യമാണ്, നിങ്ങൾ കോഴ്സ് പഠിക്കുന്നത് മാത്രം ഫോക്കസ് ചെയ്യരുത്. നിങ്ങളുടെ വഴി കൂടെ നിങ്ങൾ കുറേ പോകാനുണ്ട്. അപ്പോൾ അവിടെ എന്തൊക്കെയാണ് സായിദ് അങ്ങനത്തെ എഫേർട്സ് ഒക്കെ എടുത്തത്? ഒന്ന് എന്താണെന്ന് വെച്ചാൽ ഞാൻ രാവിലെ വന്നാൽ രാവിലെ എനിക്ക് 9 മണി മുതൽ 10:30 വരെയായിരുന്നു ക്ലാസ്. ഞാനല്ല, എല്ലാവരും ഉണ്ടായിരുന്നു. നമ്മൾ ഒരു 3 മണി 4 മണി വരെ ഞാൻ അപ്പുറത്തുള്ള മീറ്റിംഗ് ഹാളിൽ ഇരുന്നിട്ട് കുറെ കാര്യങ്ങൾ ചെയ്ത്, ഒരു ട്രെയിനർ ഓൾമോസ്റ്റ് 1 മണി വരെ ഉണ്ടാവും. അതിനുശേഷമാണെങ്കിൽ മറ്റൊരു ട്രെയിനർ ഉണ്ടെന്നുണ്ടെങ്കിലും പിന്നെ നമ്മൾ ഇങ്ങനെ ഗ്രൂപ്പായിട്ട് ഇരിക്കുന്നതുകൊണ്ട്
പലർക്കും പലതും അറിയാം. ഓക്കെ. അപ്പൊ അങ്ങനെ ഡിസ്കസ് ചെയ്ത് പഠിച്ചപ്പോഴാണ് കുറേ കാര്യങ്ങൾ മനസ്സിലായത്. ഈ 1.5 മണിക്കൂറിനുള്ള പഠിച്ചതിനെക്കാട്ടിയും കൂടുതൽ നമ്മൾ വർക്കൗട്ട് ചെയ്ത് അതെ. പുതിയ കാര്യങ്ങൾ എല്ലാവരും കൂടിയിട്ട് പ്രൊജക്ട്സുകൾ ചെയ്യാൻ തുടങ്ങി, നോക്കാൻ തുടങ്ങി. അപ്പോൾ എല്ലാവരും കൂടിയിരുന്ന ഒരു ടൈമിൽ 3 മണി 4 മണി വരെ നോമ്പിനൊക്കെ എന്ന് പറഞ്ഞാൽ രാവിലെ വന്നാൽ 6 മണിയാകുമ്പോഴാണ് പോവുക. വേറെ ഫുഡ് കഴിക്കാനോ അങ്ങനത്തെ ഒന്നുമില്ല. അടുത്ത് തന്നെ പള്ളിയും സൗകര്യങ്ങളും ഉള്ളതുകൊണ്ട് അവിടെ പോയിട്ട് വന്നിട്ട് ഇതായിരുന്നു കുറേ കാലം. ആ ഒരു 6 to 7 മന്ത്സ് ഇങ്ങനെ എനിക്ക് തന്നെ ഓർമ്മയുണ്ട്. ആയിരുന്നു. ഞാൻ ഇടയ്ക്ക് വരുമ്പോ നിങ്ങള് മറ്റേ കോൺഫറൻസ് ഹാളിൽ ഇരുന്ന് നിങ്ങളൊരു 4-5 പേര്, അതെ. അപ്പൊ അത് ആ ഒരു സമയമൊക്കെ ശരിക്കും ഹെൽപ്പ് ചെയ്തിട്ടുണ്ടാവും ആ പിന്നീട് അല്ലേ? അതെ. ആ സമയമാണ് സത്യം പറഞ്ഞാൽ ഹെൽപ്പ് ചെയ്തിട്ടുള്ളത്. ഒന്നാമത് നമ്മൾ ഒരാളല്ല, ഒരുപാട് ഒരു 5, 6 പേരുള്ളതുകൊണ്ട് പലർക്കും പല കാര്യങ്ങളും അറിയാം. കറക്റ്റ്. ഇപ്പോൾ ഒരാൾക്ക് HTML അറിയാം, ഒരാൾക്ക് പൈത്തൺ നല്ല ക്ലിയർ ആയിട്ട് അറിയാം, ഒരാൾക്ക് ജാങ്കോ അറിയാം. അപ്പോൾ അത് മിക്സായി വന്നപ്പോൾ എല്ലാവർക്കും എല്ലാം മനസ്സിലായി. ഓ ഓ ഓ ഓ. അതാണ് ഉണ്ടായത്. അത് കോഴ്സ് എല്ലാം കഴിഞ്ഞു. സായിദിന്റെ ഫസ്റ്റ് ജോലി ഇപ്പോൾ ഉള്ള കമ്പനിയെ പറ്റി അല്ല പറയുന്നത്. അതിന് മുന്നേ ഉള്ള ഫസ്റ്റ് ജോലിയിലേക്ക് എത്താനുള്ള ഒരു സ്ട്രഗിൾ എനിക്ക് പേഴ്സണലി അറിയാം. നമ്മൾ സംസാരിച്ചിട്ടുണ്ട് ആ അതെ. സമയത്തൊക്കെ. കുറേ ഇന്റർവ്യൂസിന് പോകുന്നു, കിട്ടുന്നില്ല. ഇന്റർവ്യൂസ് ഇടയ്ക്ക് കുറച്ച് വരാതിരുന്ന കുറേ കണ്ടീഷൻ, അതെ. അന്ന് ടെൻഷൻ ആവുന്നു. അപ്പോൾ ആ ഒരു സമയത്തിനെ എങ്ങനെയാണ് ഓവർകം ചെയ്തത്? ഓവർകം ചെയ്തത് അന്നേരം എനിക്ക് ജോലി കിട്ടാത്തൊരു ടെൻഷനല്ല. ഉം, അന്നേരം എൻ്റെ ടെൻഷൻ എന്താണെന്ന് വെച്ചാൽ ഉം, എനിക്ക് അപ്പോഴും 24 വയസ്സായി. എൻ്റെ പാരൻസ് ഏജ്ഡ് ആവുകയാണ്. അപ്പോൾ ഇവരെ നോക്കാൻ പറ്റുന്നില്ല. ഉം, പോരാത്തതിന് ഞാൻ എഞ്ചിനീയറിംഗ് പഠിച്ചപ്പോൾ ഉണ്ടായ കുറച്ച് കടങ്ങളും കാര്യങ്ങളൊക്കെ നിൽക്കുന്നുണ്ട്. ഉം, അപ്പോൾ ഇതൊക്കെ ഒന്ന് ഇതാക്കി ഇനിയെങ്കിലും ഞാൻ റെസ്പോൺസിബിൾ ആയിട്ടില്ല എന്നുണ്ടെന്നുണ്ടെങ്കിൽ ഉം. ഇനി എനിക്ക് എൻ്റെ പാരൻസിനെ ഇങ്ങനെ ഇതാക്കാൻ പറ്റൂല, സ്ട്രഗിൾ ചെയ്യിപ്പിക്കാൻ പറ്റൂല എന്നുള്ളൊരു ഇത് വന്നപ്പോൾ ഞാൻ ആ ഒരു രീതിയിൽ ടെൻഷൻ ആയിട്ടുണ്ട്. അല്ലാണ്ട് ടെൻഷൻ എനിക്ക് എത്താൻ പറ്റാത്ത രീതിയിലല്ല. അല്ല, എനിക്ക് എൻ്റെ പാരൻസിനെ സപ്പോർട്ട് ചെയ്യണം. സപ്പോർട്ട് ചെയ്യാൻ പറ്റുന്നില്ല എന്നുള്ള രീതിയിൽ ഉം, ഉം. ഞാനിതായിട്ടുണ്ട്. അപ്പോഴും ഇവർ പാരൻസ് ഒന്നും അഗെയിൻസ്റ്റ് പറയേ ഓ ഒന്നും പറഞ്ഞിട്ടില്ല. ഓ ഓ. അപ്പം അങ്ങനെ ഇൻ്റർവ്യൂസ് വരും, ഇൻ്റർവ്യൂസ് വരാണ്ട് നിൽക്കും. ഞാൻ കണ്ടിന്യൂസ് ആയി പിന്നെ എനിക്ക് മനസ്സിലായി ഞാൻ അപ്ലൈ ചെയ്യുന്ന എണ്ണം പോരാ. ആ പിന്നെ ഞാൻ എന്താക്കി, ആ ടൈമിൽ ഒരു ദിവസം രാത്രി 100 200ഓളം മെസ്സേജ്, അതായത് അപ്ലൈ ചെയ്യാൻ തുടങ്ങി. ഓ. നൗക്കിനെ എടുത്തിട്ട് ടാബ് എല്ലാം ഇങ്ങനെ ക്ലിക്ക് ചെയ്തിട്ടുണ്ടാവും. എല്ലാം അപ്ലൈ ചെയ്തു. പൈത്തന്ന് കാണുന്ന എവിടെ ലൊക്കേഷൻ നോക്കാണ്ട് ഇന്ത്യയിലാണോ അപ്ലൈ ചെയ്ത് എല്ലാം അപ്ലൈ ചെയ്ത് റെസ്യൂമെ അയച്ച് കവർ ലെറ്റർ ഉണ്ടാക്കി. ഞാൻ ആ ടൈമിൽ ദിലീപ് സാറിനൊക്കെ ആയിട്ട് കോൺടാക്ട് ചെയ്ത് അതെ. എന്തൊക്കെ എങ്ങനെ ചെയ്യേണ്ടത്. എന്താണ് മിസ്റ്റേക്സ് ഉള്ളത് എന്നൊക്കെ കാര്യങ്ങളൊക്കെ അങ്ങനെ ഞാൻ തന്നെ ഓരോന്ന് ഷാർപ്പൻ ചെയ്ത് കൊണ്ടുവന്നു. അപ്പോൾ 1-2 കോൾസ് വന്നു. വരാൻ തുടങ്ങി. അപ്പോൾ അങ്ങനെ കുറേ കമ്പനീസിൽ അപ്ലൈ ചെയ്യാൻ തുടങ്ങി. അവസാനം ഫൈനലി യു ഗോട്ട് എ ജോബ്. ഫസ്റ്റ് കമ്പനിയിൽ ജോലി കിട്ടി. ജോലി കിട്ടി. ഓൾമോസ്റ്റ് ഞാൻ ഇൻ്റർവ്യൂ കഴിഞ്ഞിട്ട് ഓൾമോസ്റ്റ് ഒരു 1 month ഒക്കെ കഴിഞ്ഞിട്ടാണ് എനിക്ക് ജോലി കിട്ടിയത്. അവർ ഓഫർ ലെറ്റർ അയക്കുന്നത് ഞാൻ ഒക്ടോബറിൽ ഇൻ്റർവ്യൂ അറ്റൻഡ് ചെയ്തു. നവംബറിലാണ് എനിക്ക് ജോയിൻ ചെയ്യാൻ പറഞ്ഞ് മെയിൽ വരുന്നത്. അപ്പോൾ ഞാൻ ജോയിൻ ചെയ്തു. ആദ്യത്തെ ജോലിയാണ്. വർക്ക് ഫ്രം ഹോം ആയിരുന്നു. വർക്ക് ഫ്രം ഹോം ഒട്ടും താല്പര്യമില്ലായിരുന്നു. ഇല്ല, ഒരിക്കലും ഞാൻ പ്രിഫർ ചെയ്യുന്നില്ല. കാരണം എന്താണെന്ന് വെച്ചാൽ ഒന്ന്, ഞാൻ കോയമ്പത്തൂരൊക്കെ പഠിക്കാൻ പോയതിൻ്റെ റീസൺ തന്നെ ആൾക്കാരെ മീറ്റ് ചെയ്യണം എന്നുള്ളൊരു ഇത് വെച്ചിട്ടാണ്. അപ്പോൾ വീട്ടിൽ തന്നെ ഇരുന്നിട്ട് ജോലി ചെയ്യാൻ എനിക്ക് ആദ്യമേ ഒരു ഇഷ്ടമല്ലായിരുന്നു. പിന്നെ ഞാൻ വർക്ക് ചെയ്ത് തുടങ്ങിയപ്പോൾ എനിക്ക് ആ കമ്പനിയിൽ ഒരിക്കലും കോപ്പപ്പായിട്ട് പോകാൻ പറ്റാത്തൊരു സിറ്റുവേഷനാണ്. കാരണം എനിക്കൊന്നും ഒരു ഗ്രോത്ത് ഇല്ലയെന്ന് മനസ്സിലായി. ഞാൻ നോക്കിയപ്പോൾ ആകെ 2 ഡെവലപ്പേഴ്സ് മാത്രമേ ഉള്ളൂ അവിടെ. സ്റ്റാർട്ടപ്പ് പോലെ ആയിരുന്നു. നമുക്ക് സ്റ്റാർട്ടപ്പ് കമ്പനീസിൽ വർക്ക് ചെയ്യാം, ബട്ട് ഇത് ഒരു സ്റ്റാർട്ടപ്പ് എന്ന് പറയാൻ പോലും പറ്റില്ല. ഒരു പ്രോപ്പർലി ഓഫീസ് പോലും ഇല്ലാത്ത ഒരു കമ്പനി. അപ്പോൾ ആ കമ്പനി ഇപ്പം നമുക്കിപ്പോൾ പ്രൊജക്ട്സ് ഒക്കെ ഭയങ്കര ലാഗ്, ഒരു വർഷമായിട്ടും തീരാത്ത പ്രൊജക്ട്സ് ഒക്കെ കണ്ടപ്പോൾ എനിക്കൊരു പേടിയായി. ഞാൻ എൻ്റെ ടൈം വേസ്റ്റ് ചെയ്യുന്നത് ശരിയല്ല എന്നുള്ള രീതിയിൽ. അപ്പോൾ പേയ്മെൻറ്റും വളരെ കുറവായിരുന്നു, സാലറിയും കുറവായിരുന്നു. അങ്ങനത്തെ ഒരു സിറ്റുവേഷൻ, എനിക്ക് ഗ്രോ ചെയ്യാൻ പറ്റുന്നില്ല, പഠിക്കാൻ പറ്റുന്നില്ല എന്ന് പറഞ്ഞപ്പോൾ ഞാൻ അവിടുത്തെ ഡെവലപ്പേഴ്സൊക്കെ ആയിട്ട് ഡിസ്കസ് ചെയ്തു. അപ്പോഴാണെന്നുണ്ടെങ്കിലും അവരും ഇതൊക്കെ തന്നെ പറഞ്ഞത്. അങ്ങനെ പറഞ്ഞപ്പോൾ എനിക്ക് തോന്നി ഇത് വേണ്ട, കുറച്ചും കൂടി ബെറ്റർ ആയിട്ടുള്ള ഓഫേഴ്സ് കിട്ടും. 3 മാസം പോയിട്ടുണ്ടാവും അല്ലേ? 2.5 മാസം. ഞാൻ ജനുവരി ആയപ്പോഴേക്കും ജനുവരി 11th ഞാൻ അവിടുന്ന് റിസൈൻ ചെയ്തു. നവംബർ 3rd ജോയിൻ ചെയ്തു. ജനുവരി 11th ഞാൻ അവിടുന്ന് റിസൈൻ ചെയ്തു. അതായത് ഒരു ഗ്രോത്ത് ഉണ്ടെന്ന് തോന്നുന്നില്ല. ഗ്രോത്ത് ഉണ്ടെന്ന് എനിക്ക് ഒരിക്കലും എൻ്റെ മനസ്സ് പറഞ്ഞ് ഇവിടെ നിൽക്കേണ്ട, ടൈം വേസ്റ്റ് ആണ്. കാരണം അങ്ങനെ ആയിരുന്നു അവിടുത്തെ ഒരു വർക്ക് ഫ്ലോ, അറ്റ്മോസ്ഫിയർ അങ്ങനെ ആയിരുന്നു. പ്രോപ്പർലി അല്ല, ഒരു പ്രോപ്പർ HR അങ്ങനെ ഒരു സിസ്റ്റം ഇല്ലാത്തൊരിത്. നമ്മളെ ഗൈഡ് ചെയ്യാൻ, ഒരു ഡൗട്ട് ചോദിക്കാൻ പോലും ആരും. ഒരു ഫ്രഷർ ആകുമ്പോൾ പുതിയൊരു, ഞാൻ പഠിച്ചത് ജാങ്കോ ആണെന്നെങ്കിലും ഓഡോ എന്ന് പറഞ്ഞൊരു ഫ്രെയിം വർക്കിലേക്കാണ് ഞാൻ പോയത്. അപ്പോൾ ഓഡോ ഞാൻ മനസ്സിലാക്കിയപ്പോൾ ഓഡോ ഭയങ്കര ബ്രില്യൻ്റ് ആയിട്ടുള്ളൊരു സാധനമാണ്.
ഭയങ്കര ബ്രില്യൻ്റ് ബട്ട് അത് പഠിച്ചാൽ കൊള്ളാവുന്ന എനിക്കുണ്ട്. ബട്ട് അത് പഠിക്കാനുള്ള ഒരു അറ്റ്മോസ്ഫിയർ ഈ കമ്പനിയിൽ എനിക്ക് കിട്ടുന്നില്ല. പഠിക്കാനും കിട്ടുന്നില്ല. ഭയങ്കരമായിട്ടുള്ളൊരു പ്രഷർ എന്ന് പറഞ്ഞാൽ എല്ലാവർക്കും പ്രഷർ, ഭയങ്കരമായിട്ട് എംപ്ലോയീസിനൊക്കെ ഭയങ്കര പ്രഷർ, അങ്ങനത്തെ കാര്യങ്ങൾ കണ്ടപ്പോൾ ഞാൻ അവിടെ പെട്ടെന്ന് തന്നെ അവിടുന്ന് ഇറങ്ങി. പിന്നെയും ഞാൻ ജോലി നോക്കി തുടങ്ങി. ഞാൻ പിന്നെയും കണക്ട് ചെയ്ത് ഞാൻ സാറിനെ കണക്ട് ചെയ്ത് എനിക്കിപ്പോഴും ഓർമ്മയുണ്ട്. അതെ, രണ്ടാമതും വീണ്ടും നമ്മൾ കുറെ ഇന്റർവ്യൂസ് തരുന്നു, പിന്നെയും കുറെ ഇന്റർവ്യൂസ്. അതിനിടയ്ക്ക് എനിക്കിത് ഞാൻ ജാങ്കോ വിട്ടതുകൊണ്ട് കൂടി എനിക്ക് പിന്നെയും ക്ലാസ്സസ് ടച്ച് പോയപ്പോൾ ഞാൻ വിഷ്ണു എന്ന് പറഞ്ഞുള്ളൊരു സാറുണ്ട്. സാറ് എനിക്ക് പിന്നെയും ക്ലാസ്സസ് റിവൈസ് ചെയ്ത് തന്നു. അങ്ങനെ ഞാൻ പിന്നെയും ഇന്റർവ്യൂസ് അറ്റൻഡ് ചെയ്ത് തുടങ്ങി. വിഷ്ണു നമ്മുടെ ട്രിവാൻഡ്രം ബ്രാഞ്ചിന്റെ മാനേജറാണ്. അന്ന് എനിക്ക് തോന്നുന്നത് കുറെ ബ്രഷപ്പ് ചെയ്യാൻ വേണ്ടിയിട്ട് കുറെ എക്സ്ട്രാ ക്ലാസ്സസ് ഒക്കെ അന്ന് വീണ്ടും എടുത്തു. അതേപോലെ തന്നെ ദിലീപ് ജിയുടെ കുറെ ക്ലാസ്സസ് ഉണ്ടായിരുന്നു. ആ ഒരു ടൈമില് നമ്മൾ കുറെ ക്ലാസ് ട്രെയിനിങ് പോലെ പോകുന്നുണ്ടായിരുന്നു. അപ്പൊ അതൊക്കെ അറ്റൻഡ് ചെയ്തു. ഞാൻ പിന്നെയും ഈ ജാങ്കോ തന്നെ പൊടി തട്ടിയെടുത്ത് പിന്നെയും ഞാൻ ഇന്റർവ്യൂസ് അറ്റൻഡ് ചെയ്ത് തുടങ്ങി. അങ്ങനെ എനിക്ക് ഒരു ഡ്രൈവ് വന്നു. നമ്മളെ വൺ ടീം കാലിക്കറ്റിൽ ഒരു ഡ്രൈവ് വന്നപ്പോൾ ഞാൻ ഇപ്പോൾ വർക്ക് ചെയ്യുന്ന കമ്പനിയുടെ ഡ്രൈവ് വന്നപ്പോൾ ഓൾമോസ്റ്റ് കുറേ പേര്, ഒരുപാട് ആൾക്കാർ. അപ്പൊ ഞാൻ നമ്മുടെ കാലിക്കറ്റ് ഓഫീസിൽ വെച്ചിട്ട് ഓൾമോസ്റ്റ് 200 ആൾക്കാർ അവിടെ നിൽക്കുന്നുണ്ട്. സ്റ്റെപ്പയിലൊക്കെ ആൾക്കാർ പുറത്ത് നിൽക്കുന്നുണ്ട്. അപ്പൊ ഞാൻ ഓൾറെഡി വിളിച്ചിട്ട് എനിക്ക് ഇന്റർവ്യൂ വേണമെന്നുള്ളപ്പോൾ പറഞ്ഞിട്ടുള്ളതുകൊണ്ട് എനിക്ക് നേരത്തെ കയറാൻ പറ്റി. ആ ഇന്റർവ്യൂവിന് നേരത്തെ കയറാൻ പറ്റി. ഞാൻ ഓൾറെഡി വരും എന്നുള്ള ഇൻഫോം ചെയ്തുകൊണ്ട് എനിക്ക് ഓൾറെഡി നേരത്തെ കയറാൻ പറ്റി. അന്നാണ് ഇപ്പോഴത്തെ എൻ്റെ കമ്പനി ക്രാഫ്റ്റ് ഇന്ററാക്റ്റീവിന്റെ ഇന്റർവ്യൂ നടക്കുന്നത്. 200 പേര്. ഞാൻ വെറുതെ ഒരു സീറോ പ്രിപ്പറേഷനിൽ പോയ ഇന്റർവ്യൂ, ഒന്നും അറിയാണ്ട് ഒന്നും നോക്കാണ്ട് പോയിട്ടുള്ള ഇന്റർവ്യൂ. പെട്ടെന്ന് ഒരു ദിവസം ഞാൻ പോകണ്ടെന്ന് വിചാരിച്ച ഇന്റർവ്യൂ ആണ്. പെട്ടെന്ന് ഒരു ദിവസം ഒരു ശനിയാഴ്ച എണീറ്റ് പോയി ഇന്റർവ്യൂ അറ്റൻഡ് ചെയ്തപ്പോൾ നല്ലൊരു ഇന്റർവ്യൂ പോലെ തോന്നി. അന്ന് ഫസ്റ്റ് റൗണ്ട് ഇന്റർവ്യൂ ആയിരുന്നു. ഫസ്റ്റ് റൗണ്ട് ഇന്റർവ്യൂ HR ഉണ്ടായിരുന്നു, അപ്പുറത്ത് ടീം ലീഡർ ഉണ്ടായിരുന്നു. അപ്പൊ രണ്ടുപേരും കൂടി രണ്ട് ഇന്റർവ്യൂ തന്നെ പറയാം. HR ചോദിച്ചു, ബാക്കിയുള്ള ടെക്നിക്കൽ കാര്യങ്ങൾ ആള് ചോദിച്ചു. അപ്പം ബാക്കി എല്ലാവരോടും അവരൊന്നും പറയുന്നില്ല. എൻ്റെ അടുത്ത് പറഞ്ഞ്, എൻ്റെ റെസ്യൂമ് വേണ്ടിട്ട് പറഞ്ഞ് ഓഫീസിലേക്ക് വരണമെന്ന്, വിൽ ഹാവ് ദ ഇന്റർവ്യൂ എന്ന് പറഞ്ഞു. ഇതൊക്കെ അന്ന് എന്നോട് പറഞ്ഞു, എനിക്ക് ഓർമ്മയുണ്ട്. ഓക്കെ, സാറ്റർഡേ കഴിഞ്ഞു. ട്യൂസ്ഡേ എനിക്ക് HR കോൾ വന്നു. ശരി, നമുക്ക് ഒരു ടെക്നിക്കൽ കൂടെ എടുക്കണം, ഓഫീസിലേക്ക് വരണ്ട, ഓൺലൈനിൽ ഷെഡ്യൂൾ ചെയ്യാന്ന് പറഞ്ഞു. അങ്ങനെ ഇന്റർവ്യൂ അറ്റൻഡ് ചെയ്തു. സെക്കൻഡ് റൗണ്ട് ഓഫ് ഇന്റർവ്യൂ അറ്റൻഡ് ചെയ്തപ്പോൾ അന്ന് തന്നെ സെക്കൻഡ് റൗണ്ട് ഓഫ് ഇന്റർവ്യൂ തേഴ്സ്ഡേ ഞാൻ സെക്കൻഡ് റൗണ്ട് ഓഫ് ഇന്റർവ്യൂ അറ്റൻഡ് ചെയ്തു. തേഴ്സ്ഡേ തന്നെ ആള് ഓക്കെ ആണ്, വി ഹാവ് മീറ്റിംഗ് വിത്ത് ഡയറക്ടർ എന്ന് പറഞ്ഞു. നാളെ തേർഡ് റൗണ്ട്, ശരിക്കും പറഞ്ഞാൽ ഫോർത്ത് റൗണ്ട്. 1, 2 അവിടെ കഴിഞ്ഞു. ഫോർത്ത് റൗണ്ട് ഡയറക്ടർ. അപ്പോൾ ഞാൻ പിന്നെയും കണക്ട് ചെയ്തു. ഒരു ഡയറക്ടർ എങ്ങനെയായിരിക്കും ഇന്റർവ്യൂ എടുക്കുക എന്നുള്ള രീതിയിൽ ഞാൻ ചോദിച്ചു, കാര്യങ്ങൾ മനസ്സിലാക്കി. ഫ്രൈഡേ ആയിരുന്നു ഇന്റർവ്യൂ ഷെഡ്യൂൾ ചെയ്തത്. അപ്പോൾ ഒരു ബാഡ് വെതർ എന്നുള്ളൊരു ഇത് ആളും ഡയറക്ടറും അവൈലബിൾ അല്ല. അങ്ങനെ സാറ്റർഡേയിലേക്ക് മാറ്റിയപ്പോൾ ഡയറക്ടറായിട്ടുള്ള ഇന്റർവ്യൂവിന് ഈ കാര്യങ്ങളൊക്കെ പറഞ്ഞു. ഡയറക്ടർ ഇന്റർവ്യൂ എടുത്തപ്പോൾ ഡയറക്ടറിനും ഓക്കെ, യു ക്യാൻ ജോയിൻ എന്നൊക്കെ, എപ്പോൾ ജോയിൻ ചെയ്യാൻ പറ്റുന്ന കാര്യങ്ങളൊക്കെ ഡയറക്ടർ ചോദിച്ചു. അപ്പോഴും ഞാൻ വേറെ കമ്പനിയിലും കൂടി പാരലലി ഇന്റർവ്യൂ അറ്റൻഡ് ചെയ്തിട്ടുണ്ട്. ഒരു ബാംഗ്ലൂർ ബേസ്ഡ് ആയിട്ടുള്ള ഒരു കമ്പനിയിലും കൂടെ അറ്റൻഡ് ചെയ്തിട്ടുണ്ടായിരുന്നു. ഞാൻ ഭയങ്കര ഇഷ്ടപ്പെട്ട, എനിക്ക് ബാംഗ്ലൂർ പോകണമെന്ന് ഭയങ്കര ഇഷ്ടം. ഒന്ന്, ഈ കോളേജിൽ എല്ലാ ഫ്രണ്ട്സും ബാംഗ്ലൂരുണ്ട്, അവർ റൂം എടുത്തു. അപ്പം അങ്ങനെ അങ്ങ് പോകാലോ എന്നുള്ള രീതിയിൽ ഞാൻ ബാംഗ്ലൂരേക്ക് മൈൻഡ് സെറ്റാക്കി നിൽക്കുക. അപ്പോൾ പിന്നെ ഒരു ഇന്റർവ്യൂ ഇതൊക്കെ ഭയങ്കരമായിട്ട് ഇതേപോലെ തന്നെ 4 റൗണ്ടും കഴിഞ്ഞൊരു ഇന്റർവ്യൂ. ഫസ്റ്റ് റൗണ്ട് ഒരു HR റൗണ്ട്, HR തന്നെ ഓക്കെ ആയിട്ട് വന്നു. രണ്ടാമത്തത് ടെക്നിക്കൽ റൗണ്ട്, അതും ഭയങ്കര അടിപൊളിയായിട്ട് പോയി. ഒരു പ്രൊജക്റ്റ് ചെയ്യാൻ പറഞ്ഞു, അത് ഞാൻ ചെയ്തു കൊടുത്തു. അപ്പോൾ HR എന്നെ കണക്ട് ചെയ്തിട്ട് പറഞ്ഞു, ഇതുവരെ ബാക്കിയുള്ള കാൻഡിഡേറ്റ്സ് ഒന്നും ഇത്ര പെർഫെക്റ്റ് ആയിട്ട് ചെയ്തിട്ടില്ല, നല്ല ഡോക്യുമെന്റേഷനും കാര്യങ്ങളും എങ്ങനെയാണോ ഓരോ പോയിന്റ് മെൻഷൻ ചെയ്തത് അതുപോലൊക്കെ തന്നെ ചെയ്തിട്ടുണ്ട്. അടുത്ത ടീം ലീഡ് ആയിട്ടുള്ള ഫൈനൽ ഇന്റർവ്യൂ ഉണ്ടെന്ന് പറഞ്ഞു. ഫൈനൽ ഇന്റർവ്യൂവിന് അന്ന് എനിക്ക് പെട്ടെന്ന് എന്തോ ഒരു അസൗകര്യമായിട്ട് ഞാൻ റീസ്കെഡ്യൂൾ ചെയ്യാൻ പറഞ്ഞു. ചെയ്യാൻ പറ്റുമെന്ന് വെച്ചപ്പോൾ ചെയ്യാന്ന് പറഞ്ഞു. ബട്ട് പിന്നെ അപ്ഡേറ്റും ഇല്ല. ഓൾമോസ്റ്റ് 3 വീക്സ് ഒരു അപ്ഡേറ്റും ഇല്ല. 3 വീക്സിലേക്ക് ഒരു അപ്ഡേറ്റും ഇല്ല, ഒന്നുമില്ല, ടോട്ടലി ബ്ലാങ്ക്. അപ്പോഴാണ് ഈ ഇന്റർവ്യൂ ഒക്കെ നടക്കുന്നുണ്ട്, അവരൊന്നും പറയുന്നില്ല, കൺഫ്യൂസ്ഡ്. പിന്നെ ഞാൻ HR-ന് മെയിലും അയച്ചു, 2-3 പ്രാവശ്യം വിളിച്ചു ഒക്കെ നോക്കിയപ്പോൾ ആള് ഒരു ദിവസം പെട്ടെന്ന് വിളിച്ചിട്ട് നാളത്തേക്ക് ഇന്റർവ്യൂ ഷെഡ്യൂൾ ചെയ്തത്. അത് നാളെ ഇന്റർവ്യൂ എടുത്തു. ഈ ബാംഗ്ലൂർ കമ്പനി ഇന്റർവ്യൂ എടുത്തു. സെയിം പാരലലി പോകുന്നതാണ്.
അപ്പോൾ ഞാൻ എന്താണ് ആ ഇൻ്റർവ്യൂ അറ്റൻഡ് ചെയ്തു. അയാൾ ഞാൻ ചെയ്ത പ്രൊജക്റ്റിലെ കോഡ് ചേഞ്ച് ചെയ്യുന്ന രീതിയിലുള്ള ടാസ്കുകളാണ് തന്നത്. ശരി. അപ്പം അതും ഞാൻ ഭയങ്കര ഇതിൽ ചെയ്തു. അയാൾ പറഞ്ഞ കാര്യങ്ങളൊക്കെ ചെയ്തു കൊടുത്തു. ചെയ്തു കൊടുത്തപ്പോൾ അയാൾ ഐ റിയലി അപ്രീഷിയേറ്റ് ചെയ്യും എന്നൊക്കെ പറഞ്ഞപ്പോൾ ഞാൻ ഒരു ഓഫർ ലെറ്ററാണ് എക്സ്പെക്ട് ചെയ്തത്. ഓക്കെ. ഓഫർ ലെറ്റർ എക്സ്പെക്ട് ചെയ്ത് ഇങ്ങനെ നിൽക്കുകയാണ്. ബട്ട് ആ ഓഫർ ലെറ്റർ എനിക്കൊന്നും കിട്ടിയിട്ടില്ല. ഓക്കെ. പിന്നെ അപ്ഡേറ്റ് ഒന്നും പിന്നെ അപ്ഡേറ്റ് ഇല്ല. ഓ അത് ശരി. പിന്നെ അപ്ഡേറ്റ് ഇല്ല. അപ്പോൾ ഞാൻ രണ്ട് കാര്യങ്ങളും ഞാൻ കൺഫ്യൂസ്ഡ് ആയി. ഞാൻ ഈ ഓഫർ കളഞ്ഞിട്ട് ആ ഓഫർ ലെറ്ററിന് വെയിറ്റ് ചെയ്യണോ, അതോ ഞാൻ അത് കളഞ്ഞിട്ട് ഇവിടെ ജോയിൻ ചെയ്യണോ? അപ്പോൾ അതും പിന്നെ ഞാൻ കണക്ട് ചെയ്തു അതെ എന്താണ് ഡിസിഷൻ എടുക്കേണ്ടതെന്നുള്ളത്. അപ്പോൾ എനിക്ക് അതിനനുസരിച്ചുള്ള ഗൈഡൻസ് പറഞ്ഞു തന്നു. അപ്പോൾ ഞാൻ വിചാരിച്ചു ഈ ഇൻ്റർവ്യൂ ഭയങ്കര സ്മൂത്ത് ആയിട്ടാണ് പോയിട്ടുള്ളത്. ക്രാഫ്റ്റ് ഇൻട്രാക്റ്റീവിൻ്റെ ഇൻ്റർവ്യൂ ഭയങ്കര സ്മൂത്ത് ആയിട്ടാണ് പോയിട്ടുള്ളത്. പിന്നെ മറ്റേ ഇൻ്റർവ്യൂ ആണെങ്കിലും പലപ്പോഴും ഒരു അൺസർട്ടനിറ്റി പല സ്ഥലത്തുണ്ടായിരുന്നു. കമ്മ്യൂണിക്കേഷൻ്റെ ഡിഫറൻസ്, അതുപോലെ തന്നെ അങ്ങനത്തെ കുറേ കാര്യങ്ങളൊക്കെ ബാംഗ്ലൂർ ആണെന്നുള്ളതും അങ്ങനെയൊക്കെ നോക്കിയപ്പോൾ ക്രാഫ്റ്റ് ഇൻട്രാക്റ്റീവിനെ ആ ഓഫർ ലെറ്ററും കണ്ടപ്പോൾ ഇൻ്റർവ്യൂവിൻ്റെ ഇതും ഓഫർ ലെറ്ററിൽ അവർ മെൻഷൻ ചെയ്തിട്ടുള്ള കാര്യങ്ങളൊക്കെ കണ്ടപ്പോൾ ക്രാഫ്റ്റ് ആണ് ഒന്നും കൂടി ബെറ്റർ എന്നുള്ള രീതിയിൽ എനിക്ക് തോന്നി. അപ്പോഴും ചലഞ്ച് ഉണ്ട്, പുതിയൊരു ഫ്രെയിം വർക്ക് ഫ്രാപ്പേ. അപ്പോൾ പിന്നെ എന്തും പഠിക്കാന്നുള്ള ഒരു ട്രെയിനിങ് ഉണ്ടല്ലോ, ഒരു പ്രോപ്പർ കമ്പനി ആണല്ലോ എന്നുള്ളൊരു ആ ഒരു കമ്പനിനെ വിശ്വസിച്ച് ഞാൻ കയറി. പ്രോപ്പർ ട്രെയിനിങ്ങും കാര്യങ്ങളും. അപ്പോഴും ഞാൻ ലിങ്ക്ഡിനിൽ അവിടെ വർക്ക് ചെയ്യുന്ന ആൾക്കാരൊക്കെ ആയിട്ട് കണക്ട് ചെയ്തു. അപ്പോൾ ആ ടൈമിൽ ഒരുപാട് ഫ്രഷേഴ്സ് കയറിയിട്ടുണ്ടായിരുന്നു. അപ്പോൾ ട്രെയിനിങ്സും കാര്യങ്ങളും ഉണ്ട്. അവർ പഠിപ്പിച്ചു തരുന്നുണ്ടെന്നുണ്ടെങ്കിൽ നമ്മൾ പുതിയൊരു കാര്യം പഠിക്കുന്നതുകൊണ്ട് ഒരു പ്രശ്നമില്ല. നമുക്ക് ജാങ്കോന്റെ കൂടെ ഫ്രാപ്പ് അറിയാന്ന് പറഞ്ഞാൽ അതൊരു ആഡഡ് അഡ്വാൻറ്റേജ് ആയിട്ടാണ് ഞാൻ അന്നും കാണുന്നത്, ഇന്നും കാണുന്നത്. അപ്പോൾ അതങ്ങനെ പിന്നെ കമ്പനിയിൽ കയറി. എത്ര നാളായി ഇവിടെ വർക്ക് ചെയ്യാൻ തുടങ്ങി? 9 months ആവുന്നു. 1 year ആവാൻ പോകുന്നു. ഓൾമോസ്റ്റ് 1 year. അപ്പോൾ അത് എന്താ പറയുക, അപ്പോൾ ഇതിനിടയ്ക്ക് കുറേ ബ്ലോഗ്സ് അവിടെയൊക്കെ വന്നിട്ടുണ്ടല്ലോ. അതായത് ഫസ്റ്റ് ജോബിന് കയറി അവിടുന്ന് നമുക്ക് ചില കാരണങ്ങൾ ഇറക്കേണ്ടി വരുന്നു. സെക്കൻഡ് കമ്പനിയിലേക്ക് ഇപ്പോൾ വർക്ക് ചെയ്യുന്ന കമ്പനിയിലേക്ക് എത്തുന്നതിന് മുൻപ് വേറൊരു കമ്പനി ഒരു ഓഫർ പോലെ അതിൻ്റെ അടുത്തവരെത്തുന്നു. ഒരു കൺഫ്യൂഷൻ ചെയ്തുണ്ടാകുന്നു. അപ്പോൾ ഈ കൺഫ്യൂഷൻസ് ഒക്കെ വരുമ്പോൾ എങ്ങനെയാണ് സായിദ് ഇത് കവർ ചെയ്യുന്നത്? എങ്ങനെയാണ് ഇതിനെ ഓവർകം ചെയ്യുന്നത്? കൺഫ്യൂഷൻസ് ഉണ്ടാവുമ്പോൾ ഒന്നെങ്കിൽ ഞാനൊന്ന് ഇരുന്ന് ആലോചിക്കൂ എന്താണ് നടക്കുന്നതെന്നുള്ളത്, ശരിക്കും പ്രാക്ടിക്കലി ആലോചിക്കൂ. പിന്നെ അത് നടക്കുന്നില്ല എന്നുണ്ടെങ്കിൽ വിവരമുള്ളവരോട് ചോദിക്കൂ. അല്ലെങ്കിൽ കുറച്ചും കൂടി ഞാൻ ഫസ്റ്റ് ഇതായിട്ട് കാണുന്ന എൻ്റെ അങ്കിളിൻ്റെ അടുത്താണ് എപ്പോഴും ഇങ്ങനത്തെ കാര്യങ്ങൾ, ആൾ കുറേ ലോകം കണ്ട ആളെന്നുള്ള രീതിയിൽ ഒരു കറക്റ്റായിട്ട് ഒരു ഡിസിഷനിലേക്ക് എത്താൻ പറ്റുന്ന എനിക്ക് കോൺഫിഡൻസുള്ള ആൾക്കാരുടെ അടുത്ത് ഞാൻ ചോദിക്കും. ഞാൻ എല്ലാവരുടെ അടുത്തും ചോദിക്കൂല. അപ്പോൾ ചോദിക്കുമ്പോൾ എനിക്ക് ഒരു 2-3 റെസ്പോൺസ് ഒരാളുടെ അടുത്ത് ഞാൻ ചോദിക്കില്ല, 2-3 ആൾക്കാരുടെ അടുത്ത് നിന്ന് ചോദിച്ചിട്ട് അവരുടേതും എൻ്റെതും കൂട്ടിയിട്ട് ഞാനൊരു ഫൈനൽ ഡിസിഷനിലേക്ക് എത്തും. അങ്ങനെയാണ് ഞാൻ ചെയ്യാറ്. ഈ കമ്പനി ഡിസൈഡ് ചെയ്തതും അങ്ങനെ തന്നെയാണ്. ഇപ്പം എങ്ങനെയുണ്ട് വർക്ക് കൾച്ചർ? എനിക്ക് സാഹിത്യം അല്ലാതെ പറഞ്ഞ് എനിക്കറിയാം, സ്റ്റിൽ എല്ലാവരുടെ അറിവിലേക്ക് വേണ്ടി എങ്ങനെയുണ്ട് പുതിയ കമ്പനിയിലുള്ള? പുതിയ കമ്പനിയിൽ ഞാൻ ഹാപ്പിയാണ്. നമ്മൾ ഭയങ്കരമായിട്ടുള്ള നല്ലൊരു അറ്റ്മോസ്ഫിയർ ആണ് ഉണ്ടായിരുന്നത്. ഒരുപാട് കൊളീഗ്സ് ആണെന്നുണ്ടെങ്കിലും ഒരുപാട് കാര്യങ്ങൾ പഠിക്കാൻ പറ്റി കമ്പനി ചേർന്നതിന് ശേഷം. ഞാൻ കയറി ഒരു 3 months തന്നെ എനിക്കൊരു ഇൻഡിപെൻഡന്റ് പ്രോജക്റ്റ് കമ്പനി തന്നു. അത് ഞാനിനി ഫ്രീ ആയിട്ട് അവിടെ ഞാൻ മാത്രം അവൈലബിൾ ആയതുകൊണ്ടാണോ, ഞാൻ എൻ്റെ എന്തെങ്കിലും ഈ സ്കില്ല് എന്തെങ്കിലും കണ്ടിട്ട് അങ്ങനെ തന്നതാണോ എന്നും അറിയില്ല. ബട്ട് എങ്ങനെ ആയാലും ഒരു പ്രൊജക്റ്റ് ഇൻഡിപെൻഡൻ്റ്ലി എനിക്ക് തന്നു. നോർമലി അവിടെ സീനിയർ ഡെവലപ്പേഴ്സ് ആണ് ശരിക്കും പ്രൊജക്ടിന്റെ ഓണർഷിപ്പ് എടുത്തിട്ട് ലീഡ് ഡെവലപ്പേഴ്സ് ആയിട്ട് പോകല്. അപ്പോൾ ഞാനാണ് ഈ ഒരു പ്രൊജക്ടിന്റെ ലീഡ് ഡെവലപ്പറായിട്ട് അവർ എന്നെയാണ് ഫിക്സ് ചെയ്തിട്ടുള്ളത്. അപ്പോൾ അതിന്റെ റീസൺ എന്താണെന്ന് എനിക്കിപ്പോഴും അറിയില്ല. മേ ബി വേറെ ആളില്ലാത്ത വെറുതെ അവർ ചെയ്യില്ലല്ലോ. മേ ബി വേറെ ആളില്ലാത്തതുകൊണ്ട് ഫ്രീ എന്താണ് മേ ബി അതായിരിക്കാം. മേ ബി അതായിരിക്കും. നമുക്ക് 100% ഉറപ്പിച്ച് ഇപ്പോഴും പറയാൻ പറ്റില്ല. എനിക്ക് പകരം വേറെ ആളാണ് ചിലപ്പോൾ മേ ബി അയാളെ കൊടുക്കുമായിരിക്കും. ഭയങ്കര ഹംബിളായിട്ട് സംസാരിക്കുന്ന ആളാണോ? അങ്ങനെയൊന്നുമില്ല, അങ്ങനത്തെ സംഭവങ്ങളൊന്നുമില്ല. ശരി, എന്നിട്ട് അങ്ങനെ ഹാപ്പി ആയിട്ട് പോകുന്നു. ഇപ്പോൾ ഹാപ്പി ആയിട്ട് പോകുന്നു. ഓഫീസ് ഉഷാറാണ്. ഒരുപാട് കാര്യങ്ങൾ പഠിക്കാൻ പറ്റി. ഒരുപാട് ആൾക്കാരുള്ളതുകൊണ്ട് അതൊരു നമുക്കൊരു സമാധാനമാണ്. ഇത്രയും ആൾക്കാരുടെ ഇടയിൽ നിന്ന് വർക്ക് ചെയ്യുക എന്നുള്ളതും ഒരു സംഭവമാണ്. നമ്മൾ ഒരുപാട് കാര്യങ്ങൾ ബാക്കിയുള്ള ആളുകളുടെ അടുത്താണ് നമ്മൾ പഠിക്കുന്നത്. അങ്ങനെ വൺ ടീമിൽ പഠിച്ച സമയത്ത് സായിദിന് ഏറ്റവും ബെസ്റ്റായിട്ട് തോന്നിയ ഒരു കാര്യം എന്തായിരിക്കും? സായിദിന് ഏറ്റവും ബെസ്റ്റായിട്ട് തോന്നിയ ഒരു കാര്യം എന്തായിരിക്കും? എങ്ങനത്തേതാണ്? അതായത് അല്ല എന്താണെങ്കിലും ഇപ്പോൾ 6 മാസം പഠിച്ചു, അതിന് ശേഷം നമ്മൾ സംസാരിക്കുന്നതൊക്കെ ഉണ്ട്. ഇതിനിടയ്ക്ക്
ഇത് ഒരു നല്ല കാര്യമായിരുന്നു, വൺ ടീമിൽ ഉണ്ടായിരുന്ന ഒരു ബെസ്റ്റ് കാര്യമായിരുന്നു തോന്നിയൊരു കാര്യം എന്തായിരിക്കും? വൺ ടീമിലുണ്ടായ ബെസ്റ്റ് കാര്യം എനിക്ക് ഞാൻ കയറിയ ബാച്ചിലെ അത്രയും ആൾക്കാരായിരുന്നു. ഒന്ന് ആ കാലിക്കറ്റ് തുടങ്ങിയപ്പോൾ ഫസ്റ്റ് ബാച്ച് ആയിരുന്നു. കറക്റ്റ്. ആ രീതിയിൽ എല്ലാവരും നല്ല കണക്റ്റഡ് ആയിരുന്നു. ആ രീതിയിലേക്ക് എല്ലാവരും പുതിയ ആൾക്കാർ. അപ്പോൾ ഈ ഞാൻ പറഞ്ഞില്ല കോളേജിൽ സംഭവിച്ച പോലെ ഇപ്പം എൻ്റെ ഓഫീസിൽ സംഭവിക്കുന്ന പോലെയും അവിടെയും ഒരു കോർ ഗ്രൂപ്പ് ക്രിയേറ്റ് ആയി. ഒരു വൈബ് വന്നു. വൺ ടീമിലും ഒരു കോർ ഗ്രൂപ്പ്, ഒരു 10-20 പേര് ഗ്രൂപ്പ് വൺ ടീമിലും ക്രിയേറ്റ് ആയി. അന്നത്തെ ഡിജിറ്റൽ മാർക്കറ്റിംഗ് 2-3 ബാച്ചും പൈത്തണിൽ 2-3 ബാച്ചും കൂടിയിട്ട് ഒരു ഗ്യാങ് പോലെ ആയി. കറക്റ്റ്. എന്നിട്ട് ഈ ഗ്യാങ് പുറത്ത് പോകല്, ഓരോ പരിപാടികൾ ഇതാക്കല്, ഹെൽപ്പ് ചെയ്യുക, നോമ്പ് തുറക്കാൻ പോകല്, അങ്ങനത്തെ കുറെ ഇതിലിപ്പോൾ അത് ആ ഒരു ടൈമില് നമ്മൾ ശരിക്കും ഒരു കോഴ്സ് പഠിക്കാൻ വരികയാണെന്നുള്ളൊരു ഫീൽ ഉണ്ടായിട്ടില്ല. അതൊരു നല്ല കാര്യമായിട്ടാണ് എനിക്ക് മനസ്സിലായത്. എന്നാൽ വൺ ടീമിൻ്റെ കാലിക്കറ്റ് ഓഫീസിൽ നിന്ന് സാഹിദ് നേരിട്ടൊരു ചോദ്യമുണ്ട്, ഞാനൊന്ന് വീഡിയോ ആയിട്ട് പ്ലേ ചെയ്യാം. സാഹിദിനെ പഠിപ്പിച്ച നമ്മുടെ റന്യ ഒരു ക്വസ്റ്റ്യൻ സാഹിദിനോട് ചോദിക്കുന്നുണ്ട്. അത് നമുക്ക് എന്താണെന്ന് നോക്കാം. ഞാൻ ആ വീഡിയോ കാണിക്കാം. സാർ, എനിക്ക് ചോദിക്കാനുള്ളത്, സായിദ് വൺ ടീമിൽ ജോയിൻ ചെയ്ത് നമ്മളൊരു 1 വീക്ക് ക്ലാസ് ഒക്കെ കഴിഞ്ഞതിന് ശേഷം ഞാൻ ഓരോ പ്രോഗ്രാംസ് എക്സ്പ്ലെയിൻ ചെയ്യുന്നത് കഴിയുമ്പോൾ സായിദ് ചോദിക്കുന്നുണ്ട്, ഓ ഇത് ഇത്രയേ ഉള്ളൂ അല്ലേ, ഇത് ഇങ്ങനെ ആയിരുന്നില്ലേ എന്ന്. അതിനുശേഷം സായിദിന് ഒത്തിരി പ്രോഗ്രാംസുകൾ സ്വന്തമായിട്ട് തന്നെ ചെയ്യാൻ പറ്റി. അപ്പം എനിക്ക് മനസ്സിലായി സായിദ് എന്തായാലും ഒരു ഡെവലപ്പർ ആവും. സായിദിന് ആ ഒരു കോഡിങ്ങുകളിലെ ഇൻട്രസ്റ്റും മനസ്സിലായി വരുന്നുണ്ട്, എന്നുള്ള സ്കില്ലുണ്ട് എന്ന് എനിക്ക് മനസ്സിലായി. അപ്പം സായിദിനും അതേപോലെ തന്നെ തോന്നിയിട്ടുണ്ടാവുമല്ലോ എന്നെ കൊണ്ട് പറ്റും എന്നുള്ളത്. ആ ഒരു സിറ്റുവേഷനെ കുറിച്ചിട്ടൊന്ന് പറയാമോ? ഇതില് ഞാൻ കോളേജിൽ നിന്ന് ഞാൻ നേരത്തെ പറഞ്ഞത്, കോളേജിൽ നിന്ന് പഠിച്ചിറങ്ങിയപ്പോൾ തന്നെ ഇവിടെ എനിക്ക് ഇതായിരുന്നു പൈത്തൺ എന്നാണ് ഞാൻ മനസ്സിലാക്കിയത്. ഇതാണ് ഞാൻ സപ്ലൈ അടിച്ചതെന്നുള്ള രീതിയിൽ. അതായത് ഈ ഇവിടുന്ന് ഒരു പ്രോഗ്രാം, ലീപ്പിയറിന്റെ പ്രോഗ്രാം ഒക്കെ കാണുമ്പോൾ ഇതായിരുന്നു ഞാൻ ഇത്രയും കാലം അവിടെ സ്ട്രഗിൾ ചെയ്ത് തോറ്റ് പഠിച്ചത്. ഇത് എനിക്ക് മനസ്സിലാവുന്നുണ്ടല്ലോ. ഞാൻ ഫസ്റ്റ് ക്ലാസ്സിന് വന്നപ്പോൾ എനിക്കതാ മനസ്സിലായത്. ആ ഒരു ഫസ്റ്റിൽ ഒരു സെഷൻ വന്നിട്ടുണ്ടായിരുന്നു ഇതിന്റെ മുമ്പ്, എന്നെ കൊണ്ട് നടക്കുമല്ലേ എന്ന് അറിയാതെ പറ്റിയ പരിപാടിയാണോ എന്ന് അറിയണ്ടേ. അപ്പൊ അതിന് അന്നേ എനിക്ക് മനസ്സിലായി. അതുകൊണ്ടാണ് ഞാൻ കയറിയത്. കയറിയിട്ട് ഈ ക്ലാസ്സിന് ജോയിൻ ചെയ്തപ്പോൾ തന്നെ എനിക്ക് മനസ്സിലായി ഇത്, അതായത് കുറച്ചൊന്ന് കഷ്ടപ്പെടാൻ, അതായത് നമ്മൾ ആ ഒരു ഇത് യൂസ് ചെയ്യുകയാണെന്നുണ്ടെങ്കിൽ നമ്മൾ ലോജിക്കലി കൂടെ ഒന്ന് ആലോചിച്ച് നോക്കിയാൽ, എന്തിനും ലോജിക്കലി ആലോചിച്ചാൽ ഇതിന് നമ്മൾ നമ്പേഴ്സ് വെച്ച് ആലോചിച്ചാൽ മതി. ആ നമ്പേഴ്സ് വെച്ച് ആലോചിച്ചാൽ ഇതിന് നമുക്ക് സൊല്യൂഷൻ കിട്ടും. അങ്ങനെയാണ് എനിക്ക് ഇത് അതായത് ഇത്ര ഉള്ളൂ എന്നും എനിക്ക് മനസ്സിലായത്. നമ്മളിത് നോക്കുമ്പോൾ തോന്നിയത് എനിക്ക് അന്നത്തെ അത്ഭുതമായിരുന്നു ഈ ബാങ്കിലെ സിസ്റ്റം സോഫ്റ്റ്വെയർ ഒക്കെ എങ്ങനെ വർക്ക് ചെയ്യുന്നത്, വിഡ്രോയിലൊക്കെ ഇതാക്കുമ്പോൾ എങ്ങനെയാണ് ബാലൻസ് മാറുന്നത്, അപ്ഡേറ്റ് ആവുന്നത്. അപ്പോൾ അതൊരു ഇഫ് കണ്ടീഷനേ ഉള്ളൂ. അത് പിന്നെയാണ് മനസ്സിലായത് ഇത്രേ ഉള്ളൂ, 4 വരി കൂടെ ഉള്ളത്. ഇഫ് അതാണെന്നുണ്ടെങ്കിൽ ഇങ്ങനെ പോവാ, അല്ലെങ്കിൽ എൽസ് ഇത് എലിഫ് ഇത് ഇത്രേ ഉള്ളൂ. അത് പിന്നെ മനസ്സിലായപ്പോഴാണ് ഇത് ഇത്രയും സംഭവം ഉള്ളൂ. ഇത് നമുക്ക് ആർക്കും വായിച്ചാലും, കുറച്ചൊരു ഇൻട്രസ്റ്റ് ഉള്ള ആര് നോക്കിയാലും ആർക്ക് വായിച്ചാലും മനസ്സിലാവാനുള്ളതേ ഉള്ളൂ എന്ന് മനസ്സിലായി. ഓക്കെ, അപ്പോൾ നമ്മുടെ മെയിൻ ക്വസ്റ്റ്യൻസ് എല്ലാം കഴിഞ്ഞ് ഇനിയൊരു സ്പെഷ്യൽ സെഗ്മെന്റ് ആണ്. ഈ സെഗ്മെന്റിന്റെ പേര് ഇത്രേ ഉള്ളൂ. ഈ സെഗ്മെന്റിൽ ഒറ്റ ക്വസ്റ്റ്യൻ ഉണ്ടാവുള്ളൂ. ഇതിൽ ഈ സെഗ്മെന്റ് പേരെന്ന് പറയുന്നത് തെറ്റ് ചെയ്യാത്തവരായി ആരുമില്ല ഗോപു എന്നുള്ളതാണ്. ഇത്രേ ഉള്ളൂ സംഭവം. അത് ഞാൻ ഇപ്പോൾ ഇതുവരെ കരിയറിൽ വരുത്തിയിട്ടുള്ള 2 മേജർ മിസ്റ്റേക്സ്, ഒന്നല്ലെങ്കിൽ 2 മേജർ മിസ്റ്റേക്സ് സാഹിദിന് പറയാമോ? അത് ആ മിസ്റ്റേക്സ് എങ്ങനെയാണ് പിന്നീട് എന്താ പറയുക, അത് ശരിയാക്കാൻ പറ്റിയിട്ടുണ്ടോ, ഉണ്ടെങ്കിൽ എങ്ങനെയാണ്? ഇത് ഞാൻ പറയാൻ ചൊറിയാൻ കാര്യം എന്ന് വെച്ചാൽ, ഇപ്പോൾ ഈ വീഡിയോ കാണുന്ന പലർക്കും ഒരുപക്ഷെ ഫ്രഷേഴ്സ് വരുത്തുന്ന കോമൺ ആയിട്ടുള്ള കുറേ മിസ്റ്റേക്സ് ഉണ്ട്. അപ്പോൾ ഒരുപക്ഷെ അവർക്ക് ചിലപ്പോൾ അത് ഹെൽപ്പ് ആയേക്കാം. അപ്പോൾ അങ്ങനെ സാഹിദ് വരുത്തിയിട്ടുള്ള 2 തെറ്റുകൾ എന്തൊക്കെയാണ്, അതെങ്ങനെയാണ് കറക്റ്റ് ചെയ്യാൻ പറ്റിയത്? ഒന്ന് കോളേജ് സെലക്ട് ചെയ്തപ്പോൾ ഉണ്ടായിരുന്നൊരു ഇഷ്യൂ ആണ്. ഞാൻ ഒരു ജോബ് പഠിക്കണം എന്ന് മാത്രമേ ആഗ്രഹമുള്ളൂ, ഒരു ജോലി അങ്ങനത്തെ കാര്യങ്ങൾ ഞാൻ തിങ്ക് ചെയ്തിട്ടില്ല. അതായത് പ്ലേസ്മെന്റ് അങ്ങനത്തെ കാര്യങ്ങളോ ആ രീതിയിലേക്കുള്ള, അതായത് പഠിപ്പിക്കുന്നുണ്ടോ എന്ന് ഞാൻ ചോദിക്കാൻ പറഞ്ഞു. ഞാൻ അവിടുത്തെ കോളേജ് എങ്ങനെ, ഹോസ്റ്റൽ എങ്ങനെ, സ്റ്റുഡൻസ് ഉണ്ടോ, ഈ ഒരു കാര്യങ്ങളാണ്. അപ്പോൾ എല്ലാവരും പിക്ക് ചെയ്യുമ്പോൾ കുറച്ചും കൂടി എന്താണ് ക്യാമ്പസ് പ്ലേസ്മെന്റും അല്ലെങ്കിൽ നല്ല നല്ല കമ്പനീസ് വന്ന് റിക്രൂട്ട് ചെയ്യുന്ന കോളേജസിലും കാര്യങ്ങളൊക്കെ പോകാൻ ശ്രമിക്കുക. ഇൻഫ്രാസ്ട്രക്ചർ മാത്രമല്ല അല്ലാണ്ട് കുറച്ചും കൂടെ, അതായത് പഠിച്ചിറങ്ങിയ സ്റ്റുഡൻസിന്റെ അടുത്ത് ചോദിച്ചിട്ട് അവർ പ്ലേസ്ഡ് ആവുന്നുണ്ടോ, അല്ലെങ്കിൽ ആർക്ക് ജോലി കിട്ടുന്നുണ്ടോ. എൻഡ് ഓഫ് ദി ഡേ നമ്മൾ എന്തൊക്കെ ഉണ്ടെന്നുണ്ടെങ്കിലും ജോലി എന്നുള്ളൊരു ഉദ്ദേശത്തിലാണ് കോളേജിൽ വരുന്നതും ഈ 4 വർഷം കഷ്ടപ്പെടുന്നത്. എനിക്ക് അത് ഒരു റിഗ്രറ്റ് ആണ് ഇപ്പോഴും. കുറച്ചും കൂടി ബെറ്റർ കോളേജ് ഞാൻ പിക്ക് ചെയ്യണമായിരുന്നു എനിക്കിപ്പോഴും തോന്നുന്നുണ്ട്. അത് ഞാൻ ചെയ്തൊരു മണ്ടത്തരായിരുന്നു. പിന്നെ വെറുതെ റെസ്യൂം അയച്ചു കൊടുക്കുന്നത്. നമ്മള് ഒരു എച്ച്.ആറിന്റെ പെർസ്പെക്റ്റീവ് ചിന്തിക്കുമ്പോൾ എച്ച്.ആറിനൊരു 100 കണക്കിന് റെസ്യൂമേ ഡെയിലി വരും. വെറുതെ റെസ്യൂം അയക്കാന്ന് പറഞ്ഞാൽ, അതായത് വെറുതെ എന്ന് വെച്ചാല്
ഒരു കവർ ലെറ്ററോ അല്ലെങ്കിൽ ഒന്നും ഒരു ഒരു ഞാൻ എന്താണ് ഏതാണ് അറ്റ്ലീസ്റ്റ് HR മെയിൽ കാണുമ്പോൾ ഇതൊരു റെസ്യൂമാണ് ഓഫ് ഇത് വളരെ ഇമ്പോർട്ടൻ്റ് ആണ്. അപ്ലിക്കേഷൻ ഫോർ ദ പൈത്തൺ ഡെവലപ്പർ, അപ്ലിക്കേഷൻ ഫോർ ദ സോഫ്റ്റ്വെയർ എഞ്ചിനീയർ, അങ്ങനെ ഒരു ടാഗ് പോലും കൊടുക്കാണ്ട് ഒരു കവർ ലെറ്റർ അയക്കാണ്ട് അറ്റ്ലീസ്റ്റ് ആ റെസ്യൂം കാണുന്നതിന് മുമ്പ് ഇവൻ എന്താണെന്നുള്ള ഒരു മനസ്സിലാക്കണ്ടേ. പിന്നെ റെസ്യൂമിൽ അനാവശ്യമായിട്ട് ഞാൻ ഹാർഡ് സ്കിൽ അത് സോഫ്റ്റ് സ്കിൽ അത് എന്നൊക്കെ പറഞ്ഞ് കുറേ എഴുതി വെച്ചിട്ടുണ്ടായിരുന്നു. പിന്നെ ഞാൻ 10ാം ക്ലാസ് LKG UKG പഠിച്ച കാര്യങ്ങൾ വരെ സർട്ടിഫിക്കറ്റ് ഒക്കെ അറ്റാച്ച് ചെയ്തിട്ട് മീൻസ് അതുണ്ട് ഇതുണ്ടെന്നൊക്കെ പറഞ്ഞു. ഞാൻ 4ാം ക്ലാസ്സിൽ GTech പഠിച്ച വരെ എഴുതി വെച്ചിട്ടുണ്ട്. അപ്പോൾ ഞാൻ അതൊക്കെ ഒഴിവാക്കി. എൻ്റെ റീസെൻറ്റ് ആയിട്ടുള്ള എഡ്യൂക്കേഷൻ BTech മാത്രം വെച്ചു. പിന്നെ ഞാനിപ്പോൾ എന്താ ചെയ്യുന്നത്, ബാക്കി empty ആയിട്ടിട്ടു. ആ സ്പേസ് ഞാൻ empty ആയിട്ടിട്ടു. എനിക്ക് അല്ലാണ്ട് ഫോട്ടോ എടുത്ത് ഒഴിവാക്കി. അങ്ങനത്തെ ഞാൻ റെസ്യൂമിനെ തന്നെ കുറേയൊക്കെ സ്റ്റാൻഡേർഡ് ആക്കി. റെസ്യൂമെ ഒന്നാമത് വിവരമുള്ള ആൾക്കാരെ കാണിച്ചു. അങ്ങനെ റെസ്യൂമെ ഒന്ന് ക്ലീൻ ആക്കി ഒരു കവർ ലെറ്റർ ഒക്കെ വെച്ച് അയച്ചു തുടങ്ങി. അപ്പോൾ എനിക്ക് ഇപ്പോൾ 0 ആണെന്നുണ്ടെങ്കിൽ ഒരു 5% അത് മാറി. വലിയ മാറ്റം ഉണ്ടാക്കി അല്ലേ ജോബ് ആപ്ലിക്കേഷൻസ്. അതെ, കമ്പനീസിന് കോൾ വരുന്നതിന് അപ്പോൾ റെസ്യൂമിന്റെ ടെംപ്ലേറ്റ്സ് മാറ്റി. അപ്പോൾ നമ്മളെപ്പോഴും എനിക്ക് പറയാനുള്ളത് എന്താ വെച്ചാൽ, അപ്പുറത്തെ സൈഡിൽ ഒരാൾ ഇപ്പം നമ്മൾ ഇതാക്കുകയാണെന്നുണ്ടെങ്കിൽ നമ്മൾ HR ആയിട്ട് ചിന്തിക്കുക, എനിക്ക് ഇത്രയും വരുന്നുണ്ടെന്ന് ഞാൻ എങ്ങനെ പിക്ക് ചെയ്യും. ഞാൻ ഇത്ര 100 പേരെ ഒന്നും ഇന്റർവ്യൂവിന് വിളിക്കാൻ ഒരാൾക്കും കഴിയൂല. പിന്നുള്ളത് എനിക്ക് മെയിൽ അയക്കുന്നതിനെക്കാട്ടി ഞാൻ ബെറ്റർ ആയിട്ട് സജസ്റ്റ് ചെയ്യുക ലിങ്ക്ഡിൻ വഴിയുള്ള HR ഡയറക്റ്റ് കണക്ട് ചെയ്യുന്നതാണ്. ലിങ്ക്ഡിൻ വഴി കണക്ട് ചെയ്ത് കഴിഞ്ഞാൽ അവരെന്തായാലും സ്കെഡ്യൂൾ ചെയ്ത് തരും. എനിക്ക് ഒരുപാട് ഇന്റർവ്യൂസ് സ്കെഡ്യൂൾ ആയിട്ടുള്ളത് അങ്ങനെയാണ്, അല്ലാണ്ട് HR ഇങ്ങോട്ടേക്ക് വിളിച്ചിട്ടല്ല. HR നോക്കുമ്പോൾ HR അങ്ങോട്ടേക്ക് ഒരാൾ തിരഞ്ഞ് അയാൾ അത്രയും പാഷനേറ്റ് ആയിട്ടുള്ള ഒരാളാണ്. അയാൾ അപ്പം തന്നെ നമ്മുടെ ലിങ്ക്ഡിൻ പ്രൊഫൈലൊക്കെ എടുത്ത് നോക്കി അപ്പം തന്നെ റെസ്യൂം വാങ്ങി എനിക്ക് അന്ന് തന്നെ സ്കെഡ്യൂൾ ചെയ്ത ഇന്റർവ്യൂസ് ഉണ്ട്. അപ്പോൾ അത് ബെറ്ററാണ്. പിന്നെ ഓരോ ഇന്റർവ്യൂ തീരുമ്പോൾ വെറുതെ ഡെസ്പായിട്ട് കാര്യമില്ല. നമ്മളിവിടെ വീണെന്ന് നോക്കുക, ഏത് പോയിന്റിലാണ് വീണെന്ന് നോക്കുക. ആ പോയിന്റ് ഞാൻ ഫസ്റ്റിലൊരു ഇന്റർവ്യൂവിൽ വീണ പോയിന്റ് എന്താ വെച്ചാൽ, അവർ കമ്പനിയെ കുറിച്ച് ചോദിച്ചു. സത്യം പറഞ്ഞാൽ ഞാനൊരു ബ്ലണ്ടറാണ് ചെയ്തത്, ആ കമ്പനിയെ പറ്റി അന്വേഷിക്കാണ്ട് പോയി. അപ്പോൾ ഇന്റർവ്യൂ അറ്റൻഡ് ചെയ്തു. അത് പിന്നെ ഒരിക്കലും ഞാൻ മിസ്റ്റേക്ക് ചെയ്തിട്ടില്ല. പിന്നെ നമ്മുടെ എപ്പോഴും ഇന്റർവ്യൂവിന് പോകുമ്പോൾ പ്രിസൈസ് ആയിരിക്കുക. അതായത് നമ്മളെ ഒരു ഇൻട്രൊഡക്ഷൻ ആണെന്നുണ്ടെങ്കിൽ വലിച്ചു വാരി എല്ലാം പറയാണ്ട് ഒള്ളി റിലവൻറ്റ് ഞാൻ എന്താണ് പഠിച്ചത്, എനിക്ക് എന്തൊക്കെ അറിയാം, ഇത് മാത്രം അവർക്ക് മതി. ഒരു ബേസിക് കാര്യങ്ങൾ മാത്രം ഒരു 2-3 മിനിറ്റിൽ മാത്രം പറഞ്ഞ് തീർക്കാൻ പറ്റിയത് നല്ല പ്രോപ്പർലി നല്ല ഇംഗ്ലീഷിൽ നമ്മൾ കാണാപ്പാടം പറയാണ്ട് നാച്ചുറലി വരുന്ന രീതിയിൽ പറയാം. ഇതൊക്കെയാണ് ഞാൻ റെക്ടിഫൈ ചെയ്തപ്പോൾ ഓട്ടോമാറ്റിക്കലി ഞാൻ ഇന്റർവ്യൂസ് ക്ലിയർ ആവാൻ തുടങ്ങി. അപ്പോൾ അടുത്ത ഒരു റൗണ്ട് വളരെ വിചിത്രമായ റൗണ്ടാണ്. അതായത് ഞാൻ കുറച്ച് ക്വസ്റ്റ്യൻസ് ചോദിക്കും. ഇതിന് സാഹചര്യം ഒന്നെങ്കിൽ യെസ് അല്ലെങ്കിൽ നോ മറുപടി പറയാം. മറുപടി പറയേണ്ടത് ഇതിങ്ങനെ പൊക്കി കാണിച്ചാൽ മതി. ഇതിനകത്ത് യെസ്സും ഉണ്ട്, നോ ഉണ്ട്. അപ്പോൾ ഇതിൽ യെസ് നോവും പറഞ്ഞാൽ മാത്രം പോരാ, ഇതിൻ്റെ ഒരു ബേസിക് സ്റ്റോറി അല്ലെങ്കിൽ അതിൻ്റെ ഒരു റീസൺ ഉണ്ടോ പറയണം. ഫസ്റ്റ് ക്വസ്റ്റ്യൻ, BTech പഠിക്കുന്ന സമയത്ത് ബിറ്റ് വെച്ച് എക്സാം എഴുതിയിട്ടുണ്ടോ? ഉണ്ടെങ്കിൽ അങ്ങനെ എഴുതിയ എക്സാം തോറ്റിട്ടുണ്ടോ? അങ്ങനെ എഴുതിയ എക്സാം തോറ്റിട്ടുണ്ട്. വൻ തോൽവി. അതെങ്ങനെ തോറ്റ്? അത് എന്താന്ന് ചോദിച്ചാൽ അതിപ്പോഴും ഒരു മിസ്റ്ററിയാണ്. ഞാൻ അത്രയും കോൺഫിഡൻ്റ് ആയിട്ട് ബിറ്റ് വെച്ചുകൊണ്ടാണ് അത്രയും കോൺഫിഡൻ്റ് ആയിട്ട് എഴുതിയാന്ന് പറയുന്നത്. അപ്പം അങ്ങനത്തെ എക്സാം ഞാൻ പലതും തോറ്റിട്ടുണ്ട്. ഒരിക്കലും ഒരു ബിറ്റോ ഒന്നും ഇല്ലാണ്ട് ഒന്നും പഠിക്കാണ്ട് പോയിട്ടുള്ള എക്സാം ഞാൻ ജയിച്ചിട്ടുണ്ട്. അതെന്താന്നുള്ള റീസൺ എനിക്കൊന്നും അതെല്ലാവർക്കും എൻ്റെ ലൈഫിലേക്ക് സംഭവം ഉണ്ടായിട്ടുണ്ട്. ഇത് തന്നെയാണ് സംഭവം. എനിക്ക് ക്വസ്റ്റ്യൻ അടിയുള്ള കാര്യം അത് തന്നെയാണ്. ഇത് നാച്ചുറലി സംഭവിച്ചു പോകുന്ന ഒരു ഫിനോമിനൻ ആയിട്ട് നമുക്ക് കാണാൻ പറ്റുള്ളൂ. എല്ലാവരുടെ ലൈഫിലും നമ്മൾ ലൈഫിന്റെ കാര്യത്തിലാണ് അത് അങ്ങനെ തന്നെയാണ്. നമ്മൾ എക്സ്പെക്ട് ചെയ്യുന്ന രീതിയിലേക്കൊന്നും ലൈഫ് ഒന്നും ആവില്ല. നമ്മൾ എക്സ്പെക്ട് ചെയ്യുന്ന ഒരു രീതിയിലും അത് വരില്ല. അപ്പോൾ അത് ശരിക്കും ഒരു തരത്തിൽ പറഞ്ഞാൽ ഒരു നോക്കുമ്പോൾ നമുക്ക് സന്തോഷമാണ്. വിചാരിക്കാത്ത ബസ്സായി, ബട്ട് സങ്കടമുണ്ട്. അത്രയും കഷ്ടപ്പെട്ട് എഫോർട്ട് എഴുതി അത് അങ്ങനെയും എടുത്ത് വെച്ച് രാത്രി ഇരുന്ന് എഴുതുന്ന പോട്ടെ, ഇത് ഇൻവിജിലേറ്റർ കാണാണ്ടെല്ലാം എടുത്ത് എഴുതി അത് ചുരുട്ടി ബാക്കിയുള്ളതൊക്കെ പാസ് ചെയ്തൊക്കെ അങ്ങനെയും കഷ്ടപ്പെട്ട് എഴുതും. പിന്നെ അതുമല്ല, ഞാൻ തോറ്റിട്ട് എൻ്റെ ബിറ്റ് വെച്ച് എഴുതിയും പാസ്സായിട്ടുണ്ട്. ബിറ്റിന്റെ കുഴപ്പമല്ല, ഇതിന് അതെന്തോ ഒരു നോക്കുന്ന ആളുടെ ഒരു മെന്റാലിറ്റിയോ അല്ലെങ്കിൽ വേറെന്തോ ഒരു ഫിനോമിനൻ എന്താന്ന് അറിയില്ല. അടുത്ത ക്വസ്റ്റ്യൻ, ജോലി ഇല്ലാതെ തെണ്ടി തിരിഞ്ഞ് നടന്ന സമയത്ത് ഇന്റർവ്യൂ ഉണ്ടെന്ന് പറഞ്ഞ് വീട്ടിൽ നിന്ന് ഇറങ്ങി പോയിട്ടുണ്ടോ? അങ്ങനത്തെ സിറ്റുവേഷൻസ് ഉണ്ടായിട്ടില്ല. ഇല്ല, നമ്മൾ മറ്റേ ആത്മാർത്ഥമായിട്ട് നടക്കണമായിരുന്നു. അതായത് നമുക്ക് ഇല്ലെങ്കിൽ ഞാൻ ഒക്കെ പണ്ട് ചെയ്തിട്ടുണ്ട്, അല്ലെങ്കിൽ പലരും ചെയ്യുന്നത് കണ്ടിട്ടുണ്ട്. അതായത് ഇന്റർവ്യൂ ഉണ്ടെന്നൊക്കെ പറഞ്ഞ് ചുമ്മാ ഡ്രസ്സൊക്കെ ഇട്ട് ഇറങ്ങി പോകും.
അതൊന്നും ഉണ്ടായിട്ടില്ല. അങ്ങനത്തെ ഉണ്ടായില്ല. ഒന്നാമത് എനിക്ക് വീട്ടിൽ കിട്ടുന്ന ഒരു ഫ്രീഡം സ്പേസും അങ്ങനെയാണ്. വെരി ഗുഡ്. അതായത് എൻ്റെ വീട്ടുകാർക്ക് സത്യം പറഞ്ഞാൽ മതി. അതായത് ഇപ്പം ഞാൻ എവിടെ പോവാണെങ്കിൽ എത്ര ടൈം എടുത്താലും ഒന്നും പ്രശ്നമില്ല. ഉള്ള കാര്യം ഉള്ള പോലെ പറഞ്ഞിട്ട് പോയാൽ മതി. അവിടെ പോവാണ്, ഓക്കെ ഇന്റർവ്യൂ ഉണ്ട് പോയിക്കോ. ഇന്റർവ്യൂ ഉണ്ടായിട്ട് അവർ പോകണ്ടെന്ന് പറയില്ല, അല്ലെങ്കിൽ വേറെ റീസൺസ് കൊണ്ട് ഒരിക്കലും ഒന്നും അങ്ങനത്തെ ഒരു സ്പേസ് കിട്ടേണ്ടതായിരിക്കും. അങ്ങനത്തെ ഒരു സിറ്റുവേഷൻ ഇല്ല. വേറെ എവിടെയെങ്കിലും ഫ്രണ്ട്സിന്റെ കൂടെ പോവാണെങ്കിൽ ഫ്രണ്ട്സിന്റെ ഒപ്പം പോവാണ്, ഭക്ഷണം വേണ്ട, കഴിഞ്ഞു. അപ്പോൾ അങ്ങനത്തെ ഒരു കളവ് പറയേണ്ട ആവശ്യം എനിക്ക് പൊതുവേ വരാറില്ല. വെരി ഗുഡ്. അടുത്ത ക്വസ്റ്റ്യൻ. ജോലിയൊന്നും ആയില്ലേ മോനെ എന്ന് ചോദിക്കുന്ന ചില വീട്ടുകാരോടും നാട്ടുകാരോടും തനിക്കൊന്നും വേറെ പണിയില്ലേടോ എന്ന് പറയാൻ തോന്നിയിട്ടുണ്ടോ? യെസ് ഓർ നോ? യെസ് ഉണ്ട്. പറഞ്ഞിട്ടുണ്ടോ? ഇല്ല, ചോദിച്ചാ പറയണമെന്നുണ്ടായിരുന്നു. ബട്ട് എന്തോ എൻ്റെ അടുത്ത് അങ്ങനെ ആരും ചോദിച്ചില്ല. ഒന്നാമത് ഞാൻ ഇത്രയും ഒരു ടോക്കേറ്റീവും ഒരു ഓവർ ഡോമിനൻസും ആയതുകൊണ്ട് ഞാൻ എന്തെങ്കിലും തിരിച്ചു പറയുമോ എന്നുള്ളൊരു പേടിയുണ്ട് എൻ്റെ അടുത്ത് ചോദിച്ചിട്ടില്ല. ബട്ട് പാരൻസിൻ്റെ അടുത്തൊക്കെ ചോദിച്ചതായിട്ട് കേട്ടിട്ടുണ്ട്. എന്താണ് പ്ലാൻ, എന്താണ് പരിപാടി, നോക്കുന്നില്ലേ, ഇങ്ങനെ നടന്നാൽ മതിയോ എന്നുള്ള കാര്യങ്ങൾ. ഡയറക്റ്റ് അങ്ങനെ ആരും എൻ്റെ അടുത്ത് ഇതുവരെ ചോദിച്ചിട്ടില്ല. ഓക്കെ. ലാസ്റ്റ് ക്വസ്റ്റ്യൻ. ജോലി ഇല്ലാത്ത സമയത്തുണ്ടല്ലോ, ആ സമയത്ത് നമ്മുടെ കൂടെയുള്ള ചങ്ക് ബഡീസിനൊക്കെ കുറേ ജോലിയൊക്കെ കിട്ടും, അവർ രക്ഷപ്പെട്ട് പോകുന്നതൊക്കെ നമ്മൾ കാണാം, നമ്മൾ കൺമുന്നിൽ കാണും. അപ്പം ആ സമയത്ത് ഒരു സങ്കടവും അസൂയയൊക്കെ തോന്നിയിട്ടുണ്ടോ? ഇല്ല, ഒരിക്കലും ഇല്ല. അതെന്താന്ന് വെച്ചാൽ ഞാൻ മനസ്സിലാക്കിയെടുത്തോളം അവർ രക്ഷപ്പെട്ടാൽ അതിന്റെ ബെനിഫിറ്റ്സ് നമുക്ക് കൂടി ഉണ്ടാവും എന്നുള്ളതാണ് ഞാൻ മനസ്സിലാക്കിയത്. അതായത് അത് അങ്ങനെ തന്നെയാണ്. അവര് ബെറ്റർ ആയതുകൊണ്ട് എനിക്ക് ഇന്നും കുറെ ഹെൽപ്പ് അവർ ചെയ്യുന്നുണ്ട്. അത് അവർ ആ ഒരു പൊസിഷനിൽ എത്തിയോണ്ടാണ്. പിന്നെ ആരായാലും എവിടെയെങ്കിലുമൊക്കെ കഷ്ടപ്പെട്ട് എത്തണം എന്നുള്ള രീതിയിൽ തന്നെയാണ് നമ്മൾ എല്ലാവരും സ്റ്റാർട്ട് ചെയ്തത്. നമ്മളിങ്ങനെയൊക്കെ ഫ്രണ്ട്ഷിപ്പ് ആയി എന്നുള്ളത് അതിൻ്റെ ഒക്കെ ഒരു റീസൺ എന്ന് പറഞ്ഞാൽ പഠിക്കാൻ വേണ്ടി എവിടെയെങ്കിലും എത്താൻ വേണ്ടി വന്നവരാണ് എല്ലാവരും. അപ്പം പിന്നെ അതുമല്ല, എല്ലാവരും സെപ്പറേറ്റ് മേഖലയിലല്ല. അപ്പോൾ അതായത് എല്ലാവരും ഇപ്പോൾ നമ്മുടെ കോർ ഗ്രൂപ്പിൽ എല്ലാവരും ഡെവലപ്പേഴ്സ് അല്ല, എല്ലാവരും അവരുടേതായിട്ടുള്ള രീതിയിൽ ബെസ്റ്റാണ്. ഒരു ആർക്കിടെക്റ്റ് ഉണ്ട്, സിവിൽ എഞ്ചിനീയർ ഉണ്ട്, ഓട്ടോമൊബൈൽ എഞ്ചിനീയർ ഉണ്ട്, അഗ്രികൾച്ചറൽ എഞ്ചിനീയർ ഉണ്ട്. അവരെല്ലാവരും ഓരോന്നിലും ബെസ്റ്റാണ്. അപ്പോൾ നമുക്ക് അങ്ങനെ ഒരു ജലസിയോ അല്ലെങ്കിൽ അസൂയോ വരേണ്ട ഒരു കാര്യം ഇല്ല. കാരണം ഒന്ന് നമ്മുടെ ഒരു ഇത് അല്ല, കോർ ആയതുകൊണ്ട്, നമ്മളൊരു ഫീൽഡ് ആയതുകൊണ്ട് അല്ലാത്തതുകൊണ്ടായിരിക്കും മേ ബി അങ്ങനെയുള്ളത്. അങ്ങനെ ഇതുവരെ തോന്നിയിട്ടില്ല. വെരി ഗുഡ്, വെരി ഗുഡ്. അപ്പോൾ സായിദ് നമ്മൾ വൈൻഡപ്പ് ചെയ്യാണ്. അതായത് ഓൾമോസ്റ്റ് ഇപ്പോൾ ഒരു മണിക്കൂറുള്ള സായിദിൻ്റെ സ്റ്റോറി ഇൻസ്പയറിങ് ആണോ എന്ന് എന്നോട് ആദ്യം ചോദിച്ചിട്ടുണ്ടായിരുന്നു. സാറേ എനിക്ക് പറയാൻ മാത്രം എന്തെങ്കിലുമൊക്കെ ഉണ്ടെന്ന് പറയാൻ കാര്യം എന്ന് വെച്ചാൽ, നമുക്കിപ്പോൾ സായിദിൻ്റെ പോലത്തെ സ്റ്റോറിയുള്ള ഒരുപാട് പേര് ചിലപ്പോൾ ഈ വീഡിയോ കാണുന്നുണ്ടായിരിക്കും. അപ്പോൾ അവർക്കത് കേൾക്കുമ്പോൾ ഏതെങ്കിലും തരത്തിൽ ഒരു മോട്ടിവേഷൻ ഉണ്ടാവും. ഓക്കെ, ഈ പ്രശ്നങ്ങൾ എനിക്ക് മാത്രമല്ല എന്ന് തോന്നുന്നുണ്ടായിരിക്കും. അത് ചിലപ്പോൾ അവർക്കൊരു കോൺഫിഡൻസ് എക്സ്ട്രാ കൊടുക്കുന്നുണ്ടായിരിക്കും. അപ്പോൾ ഇനി അങ്ങനെയുള്ള ഇപ്പോൾ ഒരു ഫസ്റ്റ് ജോബിലേക്ക് കയറാൻ പോകുന്ന ആൾക്കാരുടെ സാഹചര്യം എന്താണ് എന്തെങ്കിലും ഉപദേശമായിട്ട്, ഇനി ഉപദേശം ഇല്ലെങ്കിൽ തന്നെയും എന്താണ് പറയാനുണ്ടാവുക? ഒന്നും പ്രത്യേകിച്ച് ഉപദേശം ഒന്നും പറയാനില്ല. നമ്മൾ എല്ലാത്തിനും ഈ ഒരു ഫേസ് അങ്ങനെയൊക്കെ തന്നെയാണ്. ഈ ഒരു കോളേജിൽ നിന്ന് ഇറങ്ങിയിട്ട് ഒരു ജോലി കിട്ടുന്നവരുള്ള ഒരു 21 to 25 വരെ ഇങ്ങനെ നമ്മൾ ഒരു സ്ട്രഗ്ലിംഗ് പീരീഡ് ആണ്. നമ്മൾ കുറേ ലേൺ ചെയ്യണം. നമ്മൾ പഠിച്ച കാര്യങ്ങളോ അല്ലെങ്കിൽ നമ്മൾ സ്കൂളിൽ പോയിട്ടോ കോളേജിൽ പോയിട്ടോ കാണാപ്പാടം പഠിച്ച ഒരു സംഭവങ്ങളൊന്നും അല്ല റിയൽ വേൾഡിൽ നടക്കുന്നത്. അപ്പം ആ ഒരു സിറ്റുവേഷനിലേക്ക് നമുക്ക് കോപ്പപ്പ് ആവാൻ ടൈം എടുക്കും. പുതിയ കാര്യങ്ങൾ എങ്ങനെയാണ് ഇത് പുറത്തെ വേൾഡ് എങ്ങനെയാണ് മനസ്സിലാക്കണം, അതായത് എന്താണ് നടന്നുകൊണ്ടിരിക്കുന്നത് മനസ്സിലാക്കി വരുമ്പോഴത്തേനും കുറച്ച് ടൈം എടുക്കും. അപ്പോൾ അതൊരു നമ്മൾ സ്ട്രഗ്ലിംഗ് പീരീഡ് തന്നെയാണ്. ആ പീരീഡിൽ നമ്മൾ ഹെൽപ്പ് ചെയ്യാൻ കുറേ ആൾക്കാരുണ്ടാവും. കുറേ കാര്യങ്ങൾ നമ്മൾ തെറ്റ് പറ്റും. അവിടെ നിന്നൊക്കെ നമ്മൾ ആ ഒരു തെറ്റ് തിരുത്തിക്കൊണ്ട് മുമ്പോട്ട് പോകും. അല്ലാണ്ട് നമ്മൾ ഗിവ് അപ്പ് ചെയ്ത് കഴിഞ്ഞാൽ ഒരിക്കലും അതിൻ്റെ ലോസ് നമുക്ക് തന്നെയാണ്, നമുക്കും നമ്മുടെ ഫാമിലിക്ക്. അല്ലാണ്ട് ഫ്രണ്ട്സിനോ ബാക്കി ആർക്കും അല്ല. പോയാൽ അതിൻ്റെ നഷ്ടം നമുക്കും. ചിലർ എന്തെങ്കിലും ഒരു ഇഷ്യൂ വരുമ്പോൾ തന്നെ ജോലി വിടുക, മതിയാക്കുക എന്നുള്ള ഒരു ഇതിലേക്കൊക്കെ പോകാറുണ്ട്. ബട്ട് ഞാൻ സജസ്റ്റ് ചെയ്യുക, കാര്യങ്ങളൊക്കെ പഠിക്കുക, മനസ്സിലാക്കുക. ഒരു ഫേസ് അങ്ങനെയാണ് നമ്മൾ ലൈഫ് ശ്രമിച്ചുകൊണ്ടേയിരിക്കുക. അതായത് ഒരു ഫേസ് 22 to 26 അങ്ങനെയാണെന്ന് എല്ലാവരും ഇതിലൂടെ കടന്നു പോകുന്ന ഞാൻ അങ്ങനെ അക്സെപ്റ്റ് ചെയ്തവാ. എല്ലാവർക്കും 22 മുതൽ 26, 27 വരെ ഈ 5 വർഷം കഷ്ടപ്പെട്ടാലേ അതിന്റെ ഗ്രോത്ത് ഉണ്ടാവുള്ളൂ. ഇങ്ങനെ കഷ്ടപ്പെട്ടാൽ മാത്രം, അല്ലാണ്ട് വെറുതെ അങ്ങ് നമ്മൾ എവിടെ എത്തൂല. നമ്മള് സ്ട്രഗിൾ ചെയ്ത് തന്നെ അത് എന്നാലേ നമുക്ക് അതിന്റെ ഒരു വില മനസ്സിലാവുള്ളൂ എന്നാണ് ഞാൻ മനസ്സിലാക്കിയത്. അപ്പോൾ പിന്നെ ഒന്ന് കോൺഫിഡന്റ് ആയിട്ടിരിക്കുക. അതായത് നമ്മളെ കഴിവിൽ വിശ്വസിക്കുക. അതായത് നമ്മൾ വെറുതെ ഒന്നും അല്ല ഇത്രയും എത്തിയത്.
ഈ ഒരു ഡിഗ്രി പഠിച്ച് ഇവിടെ എത്തണം എന്നുണ്ടെങ്കിൽ അത് എല്ലാവരെ കൊണ്ടും പറ്റുന്ന കാര്യമല്ല. നമ്മൾ എന്തോ ഒരു കഴിവ് നമ്മൾ കോളേജിൽ പഠിച്ച് പ്ലസ് ടുവിന് സീറ്റ് കിട്ടി, നമ്മൾ ഒരുപാട് ഫിൽട്രേഷൻ പ്രോസസ്സിന് ശേഷമാണ് ഇവിടെ എത്തിയത്. കറക്റ്റ്. അപ്പോൾ നമ്മൾ എന്താണ് എല്ലാവരെ പോലെ അല്ല, എന്തോ ഒരു യുണീക്ക് കേപ്പബിലിറ്റി ഉണ്ട്. പഠിച്ച് ഇവിടെ എത്തി ഇങ്ങനെ ഒരു ജോലി എത്തണം, അല്ലെങ്കിൽ ജോലി എത്താനുള്ള സിറ്റുവേഷൻ ആണ്, ഇതൊക്കെ മനസ്സിലായി പഠിച്ച്, അല്ലെങ്കിൽ ഒരു ഇന്റർവ്യൂവിന് പോവുകയാണെന്നുണ്ടെങ്കിൽ 10 പേരിന്ന് 2 പേര് ഷോർട്ട് ലിസ്റ്റ് ചെയ്താൽ ആ 8 പേരെക്കാൾ കൂടുതൽ എന്തോ ഒരു കഴിവ് തനിക്കുണ്ട് എന്നാണ് അതിനർത്ഥം. അല്ലെങ്കിൽ 8 പേരിനേക്കാൾ കൂടുതൽ എന്തോ ഒരു സാധനം ബാക്കി ഒരാൾ ഐഡന്റിഫൈ ചെയ്തു. അപ്പോൾ അങ്ങനെ ചിന്തിച്ചിട്ട് മൂവ് ഓൺ ചെയ്യാം. ഓക്കെ. അപ്പോൾ താങ്ക് യു സോ മച്ച് സായിദ് ഫോർ കമ്മിങ് ആൻഡ് ഫോർ ടോക്കിംഗ് അബൌട്ട് യുവർ സെൽഫ്. റിയലി അതായത് ഇനിയൊരു 5-6 വർഷം കഴിയുമ്പോൾ ആമസോണിലോ ഗൂഗിളിലോ മെറ്റയിലോ ഒക്കെ വർക്ക് ചെയ്യുന്ന സായിദിനെ ഒന്നും കൂടെ ഇൻ്റർവ്യൂ ചെയ്യാൻ പറ്റട്ടെ എന്ന് ആഗ്രഹിക്കുന്നു, ആശംസിക്കുന്നു. Wish you all the very best. Thank you.